ഹായ്. എപ്പോഴും ട്യൂട്ടോറിയൽ എടുക്കുമ്പോൾ എൻ്റെ കൂടെ തൊട്ടടുത്ത് നിയാസിനെയാണ് നിങ്ങളെപ്പോഴും കാണാറ്. അപ്പോൾ ഇന്നിപ്പോൾ പുതിയൊരു മുഖം എൻ്റെ അടുത്തുണ്ട്. ഇത് അതുൽ, നിയാസിൻ്റെ തന്നെ ടീമിലുള്ള ഒരാളാണ്. അപ്പോൾ അതുൽ ആരാണ് എന്താണെന്നുള്ള അതുൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ അതുൽ. യെസ്. നേരത്തെ ശരത് ബ്രോ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് അതിൽ നിന്നാണ്. ഞാൻ നമ്മുടെ പ്രോട്ടോടൈപ്പിൽ ഒരു സ്റ്റുഡൻറ് എക്സലൻസ് ടീം എന്ന് പറഞ്ഞിട്ടൊരു ടീം തന്നെ ഉണ്ട്. ആ ഒരു ടീമിലൊരു മെമ്പറാണ്. അതേപോലെ തന്നെ ഞാൻ പ്രോട്ടോടൈപ്പിലൊരു സ്റ്റുഡൻറ്റും കൂടി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോട്ടോടൈപ്പിലേക്ക് ഒരു എംപ്ലോയി ആയിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ അതാണ് ബേസിക്കലി എന്നെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ വെബ് സ്യൂട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്? ഈ വീഡിയോയിൽ നമുക്ക് ഈ വെബ് ഇപ്പം നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഈ വാസ്പിൻ്റെ ടോപ്പ് 10ഉം വെബ് സ്യൂട്ടും ഇങ്ങനെയുള്ള ടൂളുകളും അതിൻ്റെ ഒരു കുറേ പ്രൊസീജിയർ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് നോക്കിയല്ലോ. ഈ ഒരു കോൺസെപ്റ്റിനകത്ത് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നാളെ നിങ്ങളൊരു ജോലിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു കുറച്ചുകൂടെ ഒരു റിയൽ വേൾഡ് എക്സ്പോഷർ കിട്ടാനും അതേപോലെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് ബഗ് ബൗണ്ടി ഹണ്ടിങ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇനീഷ്യലി നമ്മളുടെ ആദ്യത്തെ വീഡിയോസിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബഗ് ബൗണ്ടി ഹണ്ടിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഏകദേശം അതൊക്കെ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ബഗ് ബൗണ്ടി ഹണ്ടിങ് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്താണ് അതിനകത്തെ കോൺസെപ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ബഗ് ബൗണ്ടി ഹണ്ടിങ്? അതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ് ബഗ് ബൗണ്ടി ഹണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നോർമലി നമ്മളൊരു വെബ്സൈറ്റിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ മെറ്റ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കമ്പനി എടുക്കും. ഈ കമ്പനികൾ അവരുടെ വെബ്സൈറ്റിലോ മൊബൈൽ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള പ്രൊഡക്റ്റുകളിലോ ഒക്കെ എന്തെങ്കിലും വൾണറബിലിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പെനിട്രേഷൻ ടെസ്റ്റിംഗ് വഴിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ വെബിന് മുമ്പ് പഠിച്ച ചാപ്റ്ററുകളിലെ പോർട്ട് സ്കാനിങ്ങും വൾണറബിലിറ്റി അസസ്മെന്റും എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റുകളിൽ കൂടിയാണ് ഒരു കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ മൊബൈൽ ആപ്പിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നവർ മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സിൽ കൂടിയാണ്. പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളൊരു കമ്പനി നടത്താമെന്ന് കരുത്. നിങ്ങളുടെ കമ്പനിയുടെ പെനിട്രേഷൻ ടെസ്റ്റിംഗ് ഒരു ആളെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ മറ്റൊരു കമ്പനി ഏൽപ്പിച്ചു. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുന്ന കൂടിപ്പോയാൽ 1-2 കൺസൾട്ടൻസ് ആയിരിക്കും. വളരെ വലിയ പ്രൊജക്റ്റുകളാണെങ്കിൽ ഒരു ഹോൾ ടീം അതിനകത്ത് വർക്ക് ചെയ്യുള്ളൂ. ഒരു വെബ്സൈറ്റ് ഒക്കെ പെനിട്രേഷൻ ടെസ്റ്റ് ചെയ്യാൻ കൂടിപ്പോയാൽ 1-2 കൺസൾട്ടൻസ് അല്ലെങ്കിൽ 3 കൺസൾട്ടൻസ് ഒക്കെ ആയിരിക്കും അതിൽ വർക്ക് ചെയ്യുന്നത്. ഇവർ ഐഡന്റിഫൈ ചെയ്യുന്ന വൾണറബിലിറ്റികൾ എന്ന് പറയുന്നത് അവരുടെ ഒരു നോളജ് ലിമിറ്റിനകത്തുള്ളതാണ്. അവർ ചിലപ്പോൾ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ബിഗിനേഴ്സ് ആയിരിക്കാം, ഡസന്റ് മാറ്റർ. പക്ഷെ അവരുടെ ഒരു നോളജ് ലെവലിനകത്തുള്ളതാണ് അവരെപ്പോഴും ഐഡന്റിഫൈ ചെയ്യുക. അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ ഈ ടൂളുകൾ നമ്മൾ ഈ നെസസ് അല്ലെങ്കിൽ അതുപോലുള്ള വൾണറബിലിറ്റി സ്കാനേഴ്സ്, നമ്മൾ റാപ്പിഡ് 7 ഇൻസൈറ്റ് VM ഇങ്ങനെയുള്ള പല വൾണറബിലിറ്റി സ്കാനേഴ്സ് ഉണ്ടെങ്കിലും ഈ സ്കാനേഴ്സ് ഒക്കെ നമുക്ക് കൊണ്ടുതരുന്നതിനപ്പുറം ഒരു ഹ്യൂമൻ തോട്ട് പ്രോസസ്സ് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എപ്പോഴും ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻറ്റ്. ചില വൾണറബിലിറ്റികൾ ചിലപ്പോൾ സ്കാനേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വരില്ല. അങ്ങനെയുള്ളിടത്താണ് ഒരു ഹ്യൂമൻ പെൻ ടെസ്റ്ററിന്റെ ആവശ്യം ഏറ്റവും കൂടുതൽ വരിക. അപ്പോൾ ഇതൊക്കെ ഒരു കൺസൾട്ടന്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആ കൺസൾട്ടന്റിനെ ഇപ്പം നിങ്ങൾ എന്നെ ഒരു പെനിട്രേഷൻ ടെസ്റ്റിംഗ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത്ര വർഷങ്ങൾ കൊണ്ട് ഞാൻ എന്താണോ പഠിച്ചത് അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണോ കണ്ടുപിടിച്ചത് അതൊക്കെ തന്നെ ആയിരിക്കും ഞാൻ വീണ്ടും ചെയ്യുക. റൈറ്റ്, അതാണല്ലോ എൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റേഷൻ എപ്പോഴും ഉണ്ട്. അതായത് നമ്മൾ ഏൽപ്പിക്കുന്ന കൺസൾട്ടന്റ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനിലെ ടീമിന്റെ നോളജ് ലെവൽ എന്താണോ അവിടെയാണ് നിൽക്കുക. പക്ഷേ ഇതേ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ ഇതേ ടെസ്റ്റിങ് തന്നെ ഒരാൾ ചെയ്യുന്നതിന് ഒരു 5000 പേര് അല്ലെങ്കിൽ ഒരു 10000 പേര് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പേരുടെ വാസ്റ്റ് നോളജിലേക്കാണ് നമുക്ക് ആക്സസ് കിട്ടുക. അതായത് 5000 പേര് ടെസ്റ്റ് ചെയ്യുന്നു, ഒരാൾ ടെസ്റ്റ് ചെയ്താൽ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അതുപോലുള്ള ഒരു ക്രൗഡ് സോഴ്സിങ് കോൺസെപ്റ്റാണ് ബഗ് ബൗണ്ടി ഹണ്ടിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അല്ലെങ്കിൽ ഒരു കമ്പനി ഇത് ഏൽപ്പിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാസ്റ്റ് മെജോറിറ്റി ആൾക്കാരെ, നമ്മളൊരു പബ്ലിക്കിനെ ഇത് ടെസ്റ്റ് ചെയ്യാൻ ഏൽപ്പിക്കുക. ഇതാണ് ബഗ് ബൗണ്ടി ഹണ്ടിങ്ങിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ ചിലപ്പോൾ അബ്സേർഡായിട്ട് ഫീൽ ചെയ്യും, ഇത്രയധികം ആൾക്കാർ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമല്ല നടക്കുക, ഇത് എല്ലായ്പ്പോഴും ഇത് ഓപ്പൺ ആണ്. ഇപ്പോൾ നമ്മൾ കയറി നോക്കി കഴിഞ്ഞാൽ ബഗ് ബൗണ്ടി ഹണ്ടിങ് ഓപ്പൺ ആയിരിക്കും. മോസ്റ്റ്ലി മേജർ വെബ്സൈറ്റുകൾ, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ഗൂഗിൾ, ടെസ്ല, ആപ്പിൾ, ഇവരൊക്കെ ബഗ് ബൗണ്ടി ഹണ്ടിങ് നടത്തുന്ന കമ്പനികളാണ്. ഇപ്പോൾ ഇവരെന്താ ചെയ്യുക വെച്ചാൽ പല പ്ലാറ്റ്ഫോമുകളിലും അവരുടെ ഓൺ വെബ്സൈറ്റുകളിലും RVDP എന്നൊരു പോളിസി പബ്ലിഷ് ചെയ്യും. RVDP എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ വൾണറബിലിറ്റി ഡിസ്ക്ലോഷർ പോളിസി എന്ന് പറയും. ഈ RVDP പോളിസിയിൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. നമ്മൾ അതിനകത്ത് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാം, ഏതൊക്കെ ടെസ്റ്റ് ചെയ്യരുത്, ഏതൊക്കെ വെച്ചിട്ടുള്ള ടെസ്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതിനകത്താണ്. അപ്പോൾ ഈ പോളിസിയിൽ പറയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ലെറ്റ്സ് സേ എനിക്കൊരു വൾണറബിലിറ്റി കിട്ടിയെന്ന് കരുത്. എനിക്കൊരു വൾണറബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ആ വൾണറബിലിറ്റി ഞാൻ നേരെ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇതുപോലെ ഒരു വൾണറബിലിറ്റി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതാണ് ആ വൾണറബിലിറ്റി. അപ്പോൾ അവരത് വെരിഫൈ ചെയ്യും. അവരുടെ ബാക്ക് എൻഡ് ടീമിലുണ്ടാവും, അവിടെ സെക്യൂരിറ്റി ടീം ഉണ്ടാവും, അവരത് വെരിഫൈ ചെയ്യും. നമ്മൾ കൊടുത്ത വൾണറബിലിറ്റി വാലിഡ് ആണോ, അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ,
എന്നുള്ള വെരിഫൈ ചെയ്തതിന് ശേഷം അത് വാലിഡ് ആണ്, അത് വേറെ ആരും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു മോണിറ്ററി റിവാർഡ് കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി നിങ്ങളിപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്. നിങ്ങൾ നാളെ ചെയ്യാൻ പോകുന്ന ജോലി തന്നെയാണ്. നാളെ നിങ്ങൾ ഒരു സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് ആയിട്ടോ ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുക. പക്ഷേ വ്യത്യാസം ഇത് പബ്ലിക്കിന് ഓപ്പൺ ആണ്, വിച്ച് മീൻസ് അവിടെ ഒരു കോമ്പറ്റീഷൻ കൂടി ഉണ്ട്. അതായത് ഓരോ വൾണറബിലിറ്റി അസസ്മെന്റ് പ്രോഗ്രാമുകൾക്ക് അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ പ്രോഗ്രാമുകൾക്കും എല്ലാത്തിനും അല്ല, മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാമുകൾക്ക് ഒരു മോണിറ്ററി റിവാർഡ് ഉണ്ടാവും. എല്ലാത്തിനും ഇല്ല കേട്ടോ, മോണിറ്ററി റിവാർഡ് ഇല്ലാത്ത പ്രോഗ്രാമുകൾ ഒരുപാടുണ്ട്. പക്ഷേ മോണിറ്ററി റിവാർഡ് ഉണ്ട്. അപ്പോൾ മോണിറ്ററി റിവാർഡ് ഉണ്ടാകുമ്പോൾ ഒബിയസ്ലി അവിടെ ഒരു കോമ്പറ്റീഷനും കൂടി ഉണ്ട്. അതായത് പബ്ലിക്കിനാണ് അത് ഓപ്പൺ ആയിട്ടുള്ളത്. ഈ ലോകത്തുള്ള ഏതൊരു സെക്യൂരിറ്റി റിസർച്ചറിനും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇന്റർനെറ്റിലേക്ക് ആക്സസിബിലിറ്റി ഉള്ള ഏതൊരു സെക്യൂരിറ്റി റിസർച്ചറിനും ഈ പറയുന്ന വൾണറബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ വിച്ച് മീൻസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ 10,000-കണക്കിന് ആളുകൾ അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് 10,000-കണക്കിന് ആളുകൾ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. വിച്ച് മീൻസ് അതിനകത്തുനിന്ന് വൾണറബിലിറ്റികൾ കിട്ടാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം അങ്ങനെ ഒരു കോമ്പറ്റീഷനും കൂടെ അവിടെ ഉണ്ട്. അതെപ്പോഴും ആലോചിക്കണം. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്, അത് നല്ലൊരു കാര്യമാണ്. കാര്യം ഇത്രയധികം ആൾക്കാരെ ടെസ്റ്റ് ചെയ്യുന്നു, വൾണറബിലിറ്റികൾ കിട്ടുന്നു, അതെല്ലാം ഒഴിവാക്കുന്നു. വിച്ച് മീൻസ് ആ വെബ്സൈറ്റ് കൂടുതൽ സെക്യൂർ ആയിക്കൊണ്ടായിരിക്കും. പക്ഷെ ഒരു റിസർച്ചർ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി അനലിസ്റ്റിന്റെ സ്റ്റാൻഡ് പോയിന്റ് നോക്കുമ്പോൾ വളരെ കോമ്പറ്റീഷൻ ഉള്ള ഒരു ഡൊമൈനും കൂടിയാണ്. ഈ ബഗ് ബൗണ്ടി വെബ് ആപ്ലിക്കേഷൻസ് മാത്രമല്ല ഉള്ളൂ, വെബിനുണ്ട്, അതേപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾക്കുണ്ട്. ഇപ്പോൾ ടെസ്ലയുടെ ബഗ് ബൗണ്ടി എന്ന് പറയുന്നത് ടെസ്ലയുടെ ഹാർഡ്വെയറുകൾക്കുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടെസ്ലയുടെ കാറുകൾ ഓട്ടോണമസ് കാറുകളാണല്ലോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വൾണറബിലിറ്റി ഉണ്ടെങ്കിൽ അത്, മറ്റെന്തെങ്കിലും ഹാർഡ്വെയറുകളാണെങ്കിൽ അത്. അപ്പോൾ അങ്ങനെ എന്തിനെ വേണമെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. അത് ആ കമ്പനി ആണ് നിങ്ങളോട് പറയും ഇന്ന കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാം, ഇന്ന കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇതാണ് എന്താണ് ബഗ് ബൗണ്ടി എന്ന് വെച്ചാൽ ഇതാണ് സംഭവം. ഒരു ക്രൗഡ് സോഴ്സ്ഡ് ആയിട്ടുള്ള വൾണറബിലിറ്റി അസസ്മെന്റ് അല്ലെങ്കിൽ പെൻ ടെസ്റ്റിംഗ് പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടുള്ള ഒരു വൾണറബിലിറ്റി അസസ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു VAPT പ്രോഗ്രാമാണ് ബഗ് ബൗണ്ടി. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്കില്ല് നേടാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ ഈ ഒരു ട്യൂട്ടോറിയൽ ഇത്രയും സമയം എടുത്ത് നമ്മൾ പലതും പറഞ്ഞു തന്നിട്ടുണ്ടാവും, പലതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതെപ്പോഴും ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആ ലിമിറ്റിനപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ സെനേറിയോയിൽ വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് അത് പറ്റുള്ളൂ. അതെപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി, ഞാൻ എന്താണോ ക്ലാസ്സിൽ നിന്ന് പഠിച്ചത് അതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, മീൻസ് അത്രയും അല്ല ശരിക്കും പെനിട്രേഷൻ ടെസ്റ്റിംഗ് ഉള്ളത്. അതൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവും, ഓക്കെ ഇതിൽ ഇത്രയും കൂടെ പഠിക്കാനുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്ക് മനസ്സിലാക്കാനുണ്ടല്ലോ എന്നുള്ളത് ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എപ്പോഴും ആ ഒരു ലെവൽ ഓഫ് നോളജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബഗ് ബൗണ്ടി അല്ലെങ്കിൽ പെനിട്രേഷൻ, ഈ ബഗ് ബൗണ്ടി ഹണ്ടിങ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെനിട്രേഷൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ഡൊമൈനിനകത്തുള്ള നിങ്ങളുടെ നോളജ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ കിട്ടും, പുതിയ എക്സ്പീരിയൻസുകൾ കിട്ടും, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് തന്നെ മാറാൻ തുടങ്ങും. അതാണ് ബഗ് ബൗണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഇതിൻ്റെ മോണിറ്ററി റിവാർഡാണ്. അതായത് നിങ്ങൾ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള ബഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിവാർഡ് കിട്ടും. അത്യാവശ്യം നല്ല റിവാർഡ് തന്നെയാണ് കിട്ടുക. നോർമലി ഒരു P4 ലെവൽ ബഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു P4 ലെവൽ ബഗ്ഗിന് നമുക്കൊരു $50 അല്ലെങ്കിൽ $20 ആ ഒരു റേഞ്ച് ഇതാണ് സ്റ്റാർട്ട് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു വലിയ കുഴപ്പമില്ലാത്തൊരു മോണിറ്ററി റിവാർഡ് കിട്ടും. അപ്പോൾ പക്ഷേ ഇത് മോണിറ്ററി റിവാർഡിന് വേണ്ടിയിട്ട് P4 ലെവൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു സ്കെയിൽ ഉണ്ട്. അതായത് സ്റ്റാർട്ടിങ് ഫ്രം P1, P2, P3, P4, P5. അതിൽ P1 എന്ന് പറയുന്നത് ക്രിട്ടിക്കലാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ വൾണറബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മളുടെ ഇനിഷ്യലി ഉള്ളൊരു ടോപ്പിക്കാണ്. വൾണറബിലിറ്റി അസസ്മെന്റ് അല്ലെങ്കിൽ നെസസിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞൊരു സമയത്താണ്. നെസസിനെ പറ്റിയൊക്കെ പറഞ്ഞൊരു സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്രിട്ടിക്കൽ ലെവൽ അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു സ്കെയിൽ ഓഫ് ക്രിട്ടിക്കാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറില്ലേ, മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് യൂസ് ചെയ്യുന്ന ഒരുപാട് DEFCON 5, DEFCON 2 അലേർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു പ്രയോറിറ്റി സ്കെയിലാണ്. സ്റ്റാർട്ടിങ് ഫ്രം P1 എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കലാണ്. അതായത് P1 ലെവൽ ബഗ്ഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ള ആൾക്കാർ. ഒരു P1 ലെവൽ ബഗ് ഉണ്ടെങ്കിൽ വി നീഡ് ടു റിസോൾവ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ആ സമയത്ത് തന്നെ നമുക്കത് റിസോൾവ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ബഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ P2 വരുമ്പോൾ P2 ഇസ് നോൺ ആസ് ഹൈ ലെവൽ ബഗ്. അതേപോലെ P3 വന്നു കഴിഞ്ഞാൽ P3 ഇസ് നോൺ ആസ് മീഡിയം ലെവൽ ബഗ്സ്. ആൻഡ് P4 വന്നു കഴിഞ്ഞാൽ P4 ഇസ് നോൺ ആസ് ലോ ലെവൽ ബഗ്സ്. ആൻഡ് P5 ഇസ് നോൺ ആസ് ഇൻഫർമേഷണൽ ലെവൽ ബഗ്സ്. ഇൻഫർമേഷൻ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ആ ഒരു സ്കെയിൽ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സിവിയർ ആയിട്ടുള്ള ഒരു ബഗ്ഗാണ് നമ്മളുടെ. ഒരു P5 ലെവൽ ബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വൾണറബിലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. നമ്മൾ നെസസിനെ പറ്റി അല്ലെങ്കിൽ വൾണറബിലിറ്റി സ്കാനിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് ഒരു CVSS സ്കോറിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ CVSS സ്കോറിങ്ങിനകത്ത് 0.0 വരുന്ന അല്ലെങ്കിൽ 1.0 ഒക്കെ വരുന്ന ബഗ്ഗുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബഗ്ഗായിട്ട് പോലും നമ്മൾ കൺസിഡർ ചെയ്യില്ല. കാരണം അതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. എപ്പോഴും ഒരു വൾണറബിലിറ്റി അതൊരു വൾണറബിലിറ്റിയായി മാറുന്നത് അതിൻ്റെ ഇമ്പാക്റ്റിനനുസരിച്ചാണ്. എത്രത്തോളം ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നം അത് ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ രണ്ട് കാര്യം ആലോചിക്കണം. ഒരു
വൾണറബിലിറ്റി എപ്പോഴും വൾണറബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇത് ഒന്നെങ്കിൽ അത് മണിയെ അഫക്ട് ചെയ്യണം, അതായത് ബിസിനസിന്റെ റവന്യൂയെ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോയെ അഫക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ബിസിനസ്സിനകത്തുള്ള പീപ്പിൾസ് സച്ച് സ്റ്റാഫ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്, വെൻഡേഴ്സ്, ഇങ്ങനെ ആരെങ്കിലും അഫക്ട് ചെയ്യണം. അതായത് മണി ഓർ പീപ്പിൾ, ഇതാണ് എപ്പോഴും മാറ്റേഴ്സ് ആയിട്ടുള്ള എപ്പോഴും മാറ്റർ ചെയ്യുന്നത്. എപ്പോഴും ബിസിനസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ബിസിനസ് ഒബ്ജക്റ്റീവിനോട് ടൈഡ് ആയിരിക്കും. അതായത് നിങ്ങളൊരു വൾണറബിലിറ്റി കണ്ടുപിടിച്ചു, അതുകൊണ്ട് ബിസിനസ്സിന് ഒരു പൈസ നഷ്ടമില്ല, അതിന്റെ സ്റ്റാഫിനെയോ കസ്റ്റമറിനെയോ വെൻഡറിനെയോ അത് അഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു വൾണറബിലിറ്റി അല്ല. കാര്യം അതുകൊണ്ട് ബിസിനസ്സിനൊരു പ്രശ്നമില്ല, അതിനെ കണ്ടിന്യൂ അതിന്റെ ആ ഒരു ബിസിനസിന്റെ കണ്ടിന്യൂവൻസിനെ അത് ബാധിക്കുന്നില്ല. അങ്ങനെ ബാധിക്കാത്ത പക്ഷെ അതൊരു വൾണറബിലിറ്റി അല്ല. പക്ഷെ നിങ്ങൾ കണ്ടുപിടിച്ച വൾണറബിലിറ്റിയെ ബിസിനസിന്റെ റവന്യൂയെ ഡയറക്റ്റ്ലി ബാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ അത് അതിന്റെ കസ്റ്റമേഴ്സിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. സ്റ്റാഫിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. എപ്പോഴും മണി ആൻഡ് പീപ്പിൾ എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു P5 ലെവൽ ബഗ്ഗുകൾ എന്ന് പറയുമ്പോൾ എന്തില്ല, ഇത് രണ്ടിനെ അഫക്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വൾണറബിലിറ്റി ഇല്ല. പക്ഷേ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആണ് അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് നിർബന്ധമല്ല. ഒരു ഓർഗനൈസേഷന് തീരുമാനിക്കാതെ ഒഴിവാക്കണോ ഒഴിവാക്കണ്ടായോ, അതിനുള്ള എക്സ്പെൻസ് എങ്ങനെയാണോ അതിനൊക്കെ അനുസരിച്ച് തീരുമാനിക്കാം. അത് വേണമെങ്കിൽ അവിടെ വെക്കുന്നതിലും പ്രശ്നങ്ങളൊന്നുമില്ല. സോ അതൊരു ഓർഗനൈസേഷന് തീരുമാനം. നോർമലി ഇൻഫർമേഷൻ ലെവൽ ബഗ്ഗുകൾ ആരും അത്ര സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. കാര്യം അത്ര സിവിയറിറ്റി ഉള്ള ബഗ്ഗുകളല്ല എന്ന് പറയുന്നത്, ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ബഗ്ഗുകളല്ല. പക്ഷെ ഒരു P4 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ സീരിയസ് ആണ്. ബട്ട് സ്റ്റിൽ അതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും, ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ ലീക്ക് ചെയ്യുന്ന ബഗ്ഗായിരിക്കും. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ലീക്ക് ചെയ്യുന്ന ബഗ്ഗാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു അറ്റാക്കറിനെ, ഫ്യൂച്ചർ അറ്റാക്കിനെ സഹായിച്ചേക്കാം. പക്ഷെ അതുകൊണ്ട് ഡയറക്റ്റ്ലി എന്തില്ല, കമ്പനിയുടെ വെബ്സൈറ്റിനെയോ അല്ലെങ്കിൽ സെർവറിനെയോ അല്ലെങ്കിൽ അതുകൊണ്ട് പൈസയോ ഒന്നും ഡയറക്റ്റ്ലി നഷ്ടം വരുത്തും. ഇപ്പം ഇങ്ങനെ P1ലേക്ക് പോകുമ്പോൾ P1 എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി സെർവറിനോ അല്ലെങ്കിൽ കമ്പനിയുടെ പൈസ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ അതിനകത്തുള്ള ആളുകളെയോ ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യുന്നുണ്ടാവും. അതാണ് P1 ലെവലിൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ വളരെ സിവിയർ ആയതുകൊണ്ട് വളരെ പെട്ടെന്നായിട്ട് ഇരിക്കണം. അപ്പം ഇങ്ങനെ ഒരു സ്കെയിൽ ഓഫ് സിവിയറിറ്റിക്ക് അനുസരിച്ചാണ് നമ്മളെപ്പോഴും ഒരു വൾണറബിലിറ്റി കൺസിഡർ ചെയ്യുക. നമ്മളുടെ CVSS സ്കോറിംഗിൽ 10.0 to 0.0 എന്ന് പറയുന്ന ആ ഒരു സ്കോറിംഗിന്റെ സെയിം കോൺസെപ്റ്റാണ് P1 to P5 കോൺസെപ്റ്റ് എന്നുള്ളത്. എനിവേ, ഒരു P4 ലെവൽ ബഗ്ഗുകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു $20 to $50 ഒക്കെ പേയ്മെന്റ് ഉള്ള ഒരു ബഗ്ഗാണ്. പക്ഷെ അതെപ്പോഴും ഫിക്സ്ഡ് അല്ല. ഇതൊക്കെ എത്ര രൂപ കൊടുക്കണം, മീൻസ് ഏത് ലെവലിൽ എത്ര കൊടുക്കണം എന്നുള്ളതൊക്കെ ഒരു ഓർഗനൈസേഷൻ തീരുമാനം. അതൊന്നും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് വേ അല്ല. അതൊന്നും സ്റ്റാൻഡേർഡായിട്ട് ഇന്ന ലെവലിന് അല്ലെങ്കിൽ P4ന് ഇത്ര കൊടുക്കണം എന്നൊന്നുമില്ല. എല്ലാവരും ഓർഗനൈസേഷൻ്റെ തീരുമാനമാണ് വേണോ വേണ്ടിയെന്നുള്ളത്. ചില ഓർഗനൈസേഷൻസ് ഈവൻ മണിറ്റർ റിവാർഡ് പോലും ഇല്ല, ഒരു സ്വാഗുകളാണല്ലോ. ഇപ്പോൾ ഹുഡീസ് അല്ലെ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ ഒരു ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ, ചിലർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡിപ്പെൻസ്. അപ്പോൾ അതൊക്കെ ഒരു ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്താണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പാസീവ് ഇൻകത്തിനുള്ള ഒരു വഴിയായിട്ട് ബഗ് ബോണ്ടിയെ കാണരുത്. അതാണ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ബഗ് ബോണ്ടി തുടങ്ങി വെക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഇതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ആവാതിരിക്കും, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു പൈസ കിട്ടാതാവുന്ന ഒരു സിറ്റുവേഷനിൽ വളരെ ഡീമോട്ടിവേറ്റഡ് ആയി. കാര്യം പൈസയ്ക്ക് വേണ്ടിയിട്ട് ബഗ് ബോണ്ടി ചെയ്ത് തുടങ്ങിയിട്ട് കാര്യമില്ല. ബഗ് ബോണ്ടി ചെയ്ത് തുടങ്ങുക എന്നുള്ളത് നിങ്ങളുടെ സ്കിൽ ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ സ്ട്രോങ് ആക്കാനോ നിങ്ങൾ ചെയ്താൽ നല്ലതാണ്. ഇപ്പോൾ നിങ്ങളൊരു ബഗ് കണ്ടുപിടിച്ചു. ഈ ബഗ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമെയിൽ എഴുതാം, നിങ്ങളിങ്ങനെ ഒരു ബഗ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് റെസ്യൂമെയിൽ എഴുതാം. അത് നിങ്ങൾക്ക് റെസ്യൂമെ കൂടുതൽ വെയിറ്റേജ് തരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു ലേണിംഗ് എക്സ്പീരിയൻസിന് പുറമെ റിയൽ വേൾഡ് എക്സ്പീരിയൻസും കൂടെയുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്ന് ആർക്ക് തോന്നും, നിങ്ങളെ ഹയർ ചെയ്യുന്ന കമ്പനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അത് അവിടെ റെസ്യൂമിലുള്ളത് എപ്പോഴും എന്താണ്, ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. എപ്പോഴും നിങ്ങളുടെ റെസ്യൂമിന് കുറച്ചുകൂടി ഒരു വെയിറ്റേജ് തരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾ ബഗ് ബോണ്ടി അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ഗുഡ്, നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ നിങ്ങളൊരു പൈസ അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകത്തിന് വേണ്ടിയിട്ട് അതിനെ ഒരിക്കലും ഉപയോഗിക്കരുത്. മണി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആഡഡ് ബെനിഫിറ്റ് ആയിട്ട് കാണും. ദാറ്റ്സ് ഇറ്റ്. ഒരു ആഡഡ് ബെനിഫിറ്റ് മാത്രമാണ്, അതൊരു പ്രൈമറി ബെനിഫിറ്റ് അല്ല. കാരണം ഇത് പറയാൻ കാരണം പല ആൾക്കാരും, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഇവരൊക്കെ എനിക്ക് ഇതിന്നൊന്നും കിട്ടുന്നില്ല, പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഞാനിത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ വളരെ ഡിമോട്ടിവേറ്റഡ് ആയിപ്പോൾ. കാര്യം അങ്ങനെ ഒരു കോൺസെപ്റ്റോട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവോട് കൂടി അതിനെ അപ്രോച്ച് ചെയ്യുന്നതാണ് അവിടുത്തെ പ്രശ്നം. അങ്ങനെ ഒരിക്കലും അതിനെ അപ്രോച്ച് ചെയ്തു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ സന്തോഷം, അത്ര നല്ല കാര്യം. പക്ഷെ അതൊരു ആഡഡ് ബെനിഫിറ്റ് ആണ്. ഒരിക്കലും അതൊരു പ്രൈമറി ഒബ്ജക്റ്റീവോ അല്ലെങ്കിൽ പ്രൈമറി ബെനിഫിറ്റോ ആയിട്ട് കാണരുത്. പ്രൈമറി ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൽ സെറ്റും നിങ്ങളുടെ റെസ്യൂമെയും, ഇത് രണ്ടും നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബഗ് ബോണ്ടി വിൽ ടേക്ക് ടൈം. അതായത് ഇന്ന് നിങ്ങളിത് പഠിച്ചു, നാളെ നിങ്ങൾക്ക് ബഗ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇതിലുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന്, നമ്മൾ ഇത്ര നാളും പഠിച്ചതിൽ ഞാനിപ്പോൾ പലപ്പോഴും ഉപയോഗിച്ച ലാബുകളിലായാലും നിങ്ങൾക്ക് തന്നിട്ടുള്ള എക്സാമ്പിളുകളിലായാലും ഇതെല്ലാം ഒരു ലാബ് എൻവയോൺമെന്റ് ആണ്, ഒരു ടെസ്റ്റിംഗ് എൻവയോൺമെന്റ് ആണ്. വിച്ച് മീൻസ് ഇന്റൻഷനലി അത് വൾണറബിൾ ആണ്. ഇപ്പോൾ നമ്മൾ മെറ്റാസ്പ്ലോയിറ്റബിൾ മിഷൻ എടുത്ത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലോയിറ്റേഷൻ പാർട്ട് വന്നപ്പോൾ. ഈ മെറ്റാസ്പ്ലോയിറ്റബിൾ എന്ന് പറയുന്നത് ഇന്റൻഷനലി വൾണറബിൾ, അത് പഠിക്കാൻ വേണ്ടിയിട്ട് വൾണറബിൾ ആക്കി വെച്ചിട്ടുള്ള ഒരു മിഷനാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് എന്തായാലും വൾണറബിലിറ്റി കിട്ടും ഫോർ ഷുവർ. പക്ഷേ ബഗ് ബോണ്ടിക്കകത്ത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ഇന്റൻഷനലി വൾണറബിൾ ആയിട്ടുള്ള ടെസ്റ്റിംഗ് എൻവയോൺമെന്റ്
അല്ല. ഒരു റിയൽ വേൾഡിലുള്ള ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ വെബ്സൈറ്റോ മൊബൈൽ ആപ്പോ ഹാർഡ്വെയർ ഡിവൈസോ ഒക്കെയാണ്. അതിന്റെ അർത്ഥം ഓൾറെഡി അവിടെ കുറേ സെക്യൂരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് പേര് അത് പെനിട്രേഷൻ ടെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള ടീമും അവരുടെ എക്സ്റ്റേണൽ ടീമും ബാക്കിയുള്ള ബഗ് ബൗണ്ടി റിസർച്ചേഴ്സും ഒക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ടെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാത്തിനും ശേഷമാണ് നിങ്ങൾ ചെല്ലുന്നത്. വിച്ച് മീൻസ് ഓൾറെഡി ഡിഫൻസ് ഉണ്ട്, ഓൾറെഡി ഉള്ള വൾണറബിലിറ്റികൾ അവർ ഐഡന്റിഫൈ ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളായിട്ട് പോയിട്ട് പുതിയൊരെണ്ണം കണ്ടുപിടിക്കാൻ ടൈം എടുക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാം, ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം, ചിലപ്പോൾ നാളെ കിട്ടുമായിരിക്കാം, ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. ഇറ്റ് ഡിപ്പെൻസ്. അപ്പോൾ ഇതൊരിക്കലും ഒരു ഓവർനൈറ്റിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് വിചാരിക്കരുത്. കാരണം ഓൾറെഡി സെക്യൂരിറ്റി എല്ലാം ടൈറ്റൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. ഒരു വെബ്സൈറ്റോ ഒരു മൊബൈൽ ആപ്പോ എടുത്തു കഴിഞ്ഞാൽ അവർ ഓൾറെഡി സെക്യൂരിറ്റി ചെയ്തിട്ടുണ്ട്. ഇനി ആ ചെയ്ത സെക്യൂരിറ്റിയിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടോ ഇല്ലയോ എന്നുള്ള കണ്ടുപിടിക്കലാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ചിലപ്പോൾ വീഴ്ച ഉണ്ടാവും, ചിലപ്പോൾ വീഴ്ച ഉണ്ടാവില്ലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പ് വേറെ ആരെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളും വരാം. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. അത് രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും ഇതൊരു ഓവർനൈറ്റ് സക്സസ് ആയിട്ട് മാറും എന്ന് വിചാരിക്കരുത്. അത് കിട്ടില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അതിനുണ്ട്. ചിലപ്പോൾ ഒരു 1-2 ആഴ്ച എടുക്കുമായിരിക്കാം, ചിലപ്പോൾ മാസങ്ങൾ എടുക്കുമായിരിക്കും, ചിലപ്പോൾ വർഷം എടുക്കുമായിരിക്കാം. ഇതെല്ലാം നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇനി ഒരു ബഗ് കണ്ടുപിടിച്ചു എന്ന് തന്നെ വെച്ചോ. നിങ്ങളൊരു വൾനറബിലിറ്റി കണ്ടുപിടിച്ചു ഒരു വെബ്സൈറ്റിനകത്ത്, നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ആദ്യത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടും. ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പേ, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ മറ്റൊരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതേ ബഗ് കണ്ടുപിടിച്ച് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബഗ് ബൗണ്ടിയുടെ മറ്റൊരു വർഷം. കാര്യം ഇതൊരു പബ്ലിക്കാണ്. അപ്പം ഇത് പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടുള്ള ഒരു സർവീസാണ്. വിച്ച് മീൻസ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ കൂടെ അല്ല, നിങ്ങൾക്ക് മുമ്പ് അതിനകത്തിരുന്ന് പണിയെടുക്കുന്ന 10,000-15,000 ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാം ഇത് ഐഡന്റിഫൈ ചെയ്യാനാണ്. നിങ്ങൾക്കുള്ള അതേ സ്കിൽ സെറ്റോ അല്ല അതിനെക്കാട്ടിൽ കൂടുതൽ സ്കിൽ സെറ്റോ ആളുകളാണ് ഇത് ചെയ്യുന്നത്. വിച്ച് മീൻസ് അവരിത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ബഗ് കണ്ടുപിടിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ 12 മണിക്കാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചോ. 11 മണിക്ക് വേറൊരാൾ അതേ ബഗ് റിപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ആദ്യം റിപ്പോർട്ട് ചെയ്ത ആൾക്ക് റിവാർഡ് കിട്ടുള്ളൂ, രണ്ടാമത് റിപ്പോർട്ട് ചെയ്ത ആൾക്ക് എന്ത് ചെയ്യും? ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ്. ഇതും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളൊരു ബഗ് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറഞ്ഞ് മെസ്സേജ് വരിക എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കണ്ടിട്ട് വിഷമിക്കരുത്. ഇതെല്ലാം ഞാനിത് പറയുന്നതിനുള്ള കാര്യം, ഇതെല്ലാം കണ്ട് ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്, ഇതൊക്കെ ഒരു സാധാരണമായ കാര്യമാണ്. എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് ശരിയാവുമോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ശരിയാവുമോ എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുക. അതിന് അതിൻ്റെതായ ഒരു സമയം എടുക്കും. പക്ഷേ ദ പോയിന്റ് ഈസ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കണം. ഇത് ബഗ് ബൗണ്ടി എന്ന് പറഞ്ഞാൽ ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം. അതിൽ ഒരുപാട് ടൈം ചെയ്ത് ചിലപ്പോൾ ഒരു വൾണറബിലിറ്റി കിട്ടാൻ മാസങ്ങൾ എടുക്കുമായിരിക്കാം. അത്രയും സമയം സ്പെൻഡ് ചെയ്ത് അതിന് പുറകെ ഇരുന്നാൽ അത് കിട്ടും. എപ്പോഴും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം ഞാനീ പറഞ്ഞത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനല്ല, പക്ഷെ ഇതാണ് റിയാലിറ്റി. ഇനി ഒരു കാര്യം കൂടെ പറയാം. എല്ലാ വെബ്സൈറ്റുകളും, ഈ ലോകത്തുള്ള ഏതൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ നെറ്റ്വർക്കോ സെർവറോ എടുത്തോ ഒന്നും 100% സെക്യൂർ അല്ല. നമുക്ക് ഒരിക്കലും അത് പറയാനും പറ്റില്ല. ചിലപ്പോൾ നാളെ ആയിരിക്കാം പുതിയൊരു CV ഇറങ്ങുന്നു, നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു CVയോ അല്ലെങ്കിൽ വൾണറബിലിറ്റി ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരാൾ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു പ്രോഗ്രാം എഴുതിയാൽ എന്തെങ്കിലും ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. നമുക്കിതൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഒരു 100ഓളം ഫാക്ടറുകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വെബ്സൈറ്റ് ഇൻക്ലൂഡിങ് ആപ്പിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികളുടെ ഫാങ് കമ്പനികളുടെ വെബ്സൈറ്റുകൾ എടുത്താൽ പോലും എക്സാക്ട്ലി അതിനകത്തും വൾണറബിലിറ്റികളുണ്ട്. എപ്പോഴും ആലോചിക്കണം, അതിനകത്തും വൾണറബിലിറ്റികളുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഒരിക്കലും ഇത് ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇത് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കഴിയുന്ന കാര്യമല്ല. നിങ്ങളൊരു ഓട്ടോമേറ്റഡ് സ്കാനർ റൺ ചെയ്താൽ കിട്ടുന്ന കാര്യമല്ല. ഇതിനകത്ത് നിങ്ങളുടെ തല ശരിക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഏത് വൾണറബിലിറ്റി സ്കാൻ ചെയ്തിട്ടും കാര്യമില്ല. റീസൺ, നിങ്ങൾക്ക് മുമ്പേ ഒരുപാട് പേര് ആ സ്കാൻ ചെയ്ത് വൾണറബിലിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെ കിട്ടിയോ അതൊക്കെ തന്നെ നിങ്ങൾക്കും കിട്ടുള്ളൂ. ഒരു വ്യത്യാസമില്ല. ഇത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് ബഗ് ബൗണ്ടി മാത്രമല്ല അവർ ചെയ്യുന്നത്, അതായത് ക്രൗഡ് സോഴ്സിംഗ് മാത്രമല്ല അവർ ചെയ്യുക. അവർക്ക് ഇന്റേണൽ ആയിട്ടുള്ള സെക്യൂരിറ്റി ടീമുണ്ട്, അവർ എക്സ്റ്റേണൽ ആയിട്ടുള്ള കൺസൾട്ടൻസിനെ പെൻടെസ്റ്റിങ്ങിന് വെക്കാറുണ്ട്. ഇതിനെല്ലാം ശേഷമാണ് നമ്മളും വരുന്നത്. ഇതിനെല്ലാം ശേഷമാണ് ക്രൗഡ് സോഴ്സ്ഡ് ആൾക്കാർ വരുന്നത്. അപ്പോൾ ഈ ക്രൗഡ് സോഴ്സ് ചെയ്യുന്നവരും ബാക്കിയുള്ള ഈ ബഗ് ബൗണ്ടി ചെയ്യുന്ന ആൾക്കാരും ഇന്റേണൽ ആൾക്കാരും എക്സ്റ്റേണൽ ആൾക്കാരും ഒക്കെ ഓൾറെഡി നെസസും ബോബ്സ്യൂട്ടും ബാക്കിയുള്ള റാപ്പിഡ് 7 എല്ലാം ട്രൈ ചെയ്ത് റിപ്പോർട്ടെല്ലാം ചെയ്ത് അതെല്ലാം പാച്ച് ചെയ്തിട്ടാണ് നമ്മളുടെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നേരെ നമ്മളും അതിനകത്ത് പോയി നെസസ് വെച്ച് സ്കാൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വൾണറബിലിറ്റി സ്കാൻ വെച്ച് സ്കാൻ ചെയ്യുകൊണ്ടോ കാര്യമില്ല. കാര്യം നമുക്ക് കിട്ടില്ല. അവർക്ക് കിട്ടിയ റെസ്പോൺസ് എന്താണ് അത് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടും കാര്യം അത് വാലിഡ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമേറ്റഡ് സ്കാനറുകളെ കൊണ്ട് ഇതിനകത്ത് വലിയ ഉപകാരമില്ല. എന്ന് വെച്ച് തീരെ ഉപകാരമില്ല എന്നല്ല ഞാൻ പറയുന്നു, ഉപകാരങ്ങളുണ്ട്. പക്ഷെ അതിനെ മാത്രം റിലേ ചെയ്യരുത്. അതായത് ഒരു ഓട്ടോമേറ്റഡ് ടൂളിനെ മാത്രം നോക്കിക്കൊണ്ട് ഞാൻ ഇതിൽ കണ്ടുപിടിച്ച് തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുക. നമ്മളുടെ തല ഇതിനകത്ത് വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സ് ഇതിനകത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ബഗ് ബൗണ്ടി എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത്. ഇതാണ് ഒരു ബഗ് ബൗണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
എപ്പോഴും ഈ കാര്യങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഒന്ന്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ്. ഒന്ന്, ബഗ് ബൗണ്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി പ്രോസസ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് നോട്ട് ആൻ ഈസി പ്രോസസ്. അതിൻ്റെതായ ഒരു ടൈം എടുക്കും. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റുകൾ കിട്ടും, നിങ്ങളുടെ റിപ്പോർട്ട് ചിലപ്പോൾ ഇൻവാലിഡ് എന്ന് പറഞ്ഞ് വരും. ഇതൊക്കെ കോമൺ ആണ്. ഓക്കെ, നിങ്ങൾക്കൊരു മോണിറ്ററി റിവാർഡ് കിട്ടാതെ ചിലപ്പോൾ 5-6 മാസം കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കാം. ഡസ് നോട്ട് മാറ്റർ. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളത് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഇതിനകത്ത് ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യാനില്ല, ആരും നിങ്ങളോട് ചെയ്യണമെന്ന് പറയില്ല. നിങ്ങളോട് ചെയ്യണമെന്ന് ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഡ് ലൈൻ മീറ്റ് ചെയ്യണം. നിങ്ങളുടെ മാനേജർ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ ക്ലയൻറ്റ് നിങ്ങളോട് ചോദിക്കും, നിങ്ങളോട് ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ചോദിക്കും. അതായത് നിങ്ങളൊരു അക്കൗണ്ടബിൾ ആണ് അവിടെ. പക്ഷേ ബഗ് ബൗണ്ടി എന്ന് പറയുന്നതിനകത്ത് ആരോട് നിങ്ങൾ അക്കൗണ്ടബിൾ അല്ല. വിച്ച് മീൻസ് ആരും നിങ്ങളോട് ചോദിക്കാനും വരില്ല, പറയാനും വരില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യേണ്ട. സോ ബേസിക്കലി അതിനകത്ത് സെൽഫ് ഡിസിപ്ലിനെ നടക്കുള്ളൂ. ഒരു ഓർഗനൈസേഷൻ്റെ ഒരു വർക്ക് എൻവയോൺമെൻറ്റ് പോലെ ആയിരിക്കില്ല. അപ്പോൾ ഒരു സെൽഫ് ഡിസിപ്ലിൻ വളരെയധികം ആവശ്യമുള്ള ഒരു ഡൊമൈനാണ് ബഗ് ബൗണ്ടി എന്ന് പറയുന്നത്. സോ നല്ലൊരു ക്ഷമ വേണമല്ലോ നമുക്ക്. നല്ല ക്ഷമ വേണം, അത് വളരെയധികം ക്ഷമ വേണം. അത് ഞാൻ എപ്പോഴും വളരെ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. നല്ല ക്ഷമ വേണം, ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. ദാറ്റ്സ് ഓൺലി തിങ്. ഇത് ഇത്രയും ഞാൻ പറയുന്ന കാര്യം, ഇതൊക്കെ ചെയ്യാത്തത് കൊണ്ടാണ് പലരും ഡീമോട്ടിവേറ്റഡ് ഈ പരിപാടി നിർത്തി പോവുക. ഈ പരിപാടി മീൻസ് ബഗ് ബൗണ്ടി നിർത്തും, ബഗ് ബൗണ്ടി ചെയ്യാറില്ല. കാര്യം അത് വളരെ ഡീമോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ടൈം ഇട്ട് അതിനകത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ്. അത് എന്തായാലും എല്ലാ വെബ്സൈറ്റുകളിലും എന്തെങ്കിലുമൊക്കെ വൾണറബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, അമേരിക്ക ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന് ബഗ് ബൗണ്ടി പ്രോഗ്രാം ഓപ്പൺ ആണ്. അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് സബ് ഡൊമൈൻസ് എന്ന് പറയുന്നത് 25 ലക്ഷത്തിലധികം സബ് ഡൊമൈനുകൾ അവർക്കുണ്ട്. ഈ 25 ലക്ഷം സബ് ഡൊമൈനുകൾ എടുത്ത് 25 ലക്ഷം ടാർഗറ്റുകളാണ്. 25 ലക്ഷം ടാർഗറ്റുകളും സെക്യൂർ ആണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇനി നിങ്ങൾ 25 ലക്ഷം വിട്ടുകൾ, ഒരു 1000 ടാർഗറ്റ് ഉണ്ടെങ്കിൽ ഗൂഗിളിന് 82,000-ലധികം സബ് ഡൊമൈൻ ഉണ്ട്. 82,000 സബ് ഡൊമൈനുകൾ ഉള്ളിടത്ത് 82,000 സെക്യൂർ ആണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിൽ എവിടെയെങ്കിലും ഒരു വൾണറബിലിറ്റി ഉണ്ടാവില്ല. ആ ഒരു പോസിബിലിറ്റി എപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കിട്ടില്ല എന്ന് കരുതരുത്, കിട്ടും. പക്ഷേ അതിൻ്റെതായ ഒരു ടൈം നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് നോക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബഗ് ബൗണ്ടി പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, ബഗ് ബൗണ്ടി ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ്. ഒന്ന് പ്ലാറ്റ്ഫോമുകളുണ്ട്, അതായത് ഫസ്റ്റ് പാർട്ടി, സെക്കൻഡ് പാർട്ടി നമുക്ക് വിളിക്കാം. ഫസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി വെബ്സൈറ്റുകൾ വഴി നമുക്ക് ചെയ്യാം. ഡയറക്ട്ലി നിങ്ങൾക്ക് ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ കൂടെ അല്ലാണ്ട് നിങ്ങൾക്ക് ഡയറക്ട്ലി വെബ്സൈറ്റുകൾ വഴി ചെയ്യാം. അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്ന പല പ്ലാറ്റ്ഫോമുകളിൽ കൂടെ ചെയ്യാം. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 3 പ്ലാറ്റ്ഫോമുകളാണ്. ഒന്ന്, ബഗ് ക്രൗഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ബഗ് ക്രൗഡ്. 2, ഹാക്കറോൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 3, ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇത് 3 വളരെ പോപ്പുലർ ആണ്. ഇത് മാത്രമല്ല ഉള്ളത്, ഇതല്ലാണ്ട് വേറെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മറ്റൊന്നാണ് ESP ഹാക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ആണോ? ഈ ബഗ് ക്രൗഡ്, ഹാക്കർ വൺ, ഇൻറ്റഗ്രിറ്റി, ഇതൊക്കെ ഫ്രീ ആണ്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട, നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പേയ്മെന്റ് ഇല്ല. കമ്പനികൾക്ക് പേയ്മെന്റ്, പക്ഷേ റിസർച്ചേഴ്സിന് അങ്ങനെ പ്രത്യേകിച്ച് പേയ്മെന്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ESP ഹാക്ക്. പക്ഷേ ESP ഹാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്ട്ലി പോയി ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ഒരു സെലക്ഷൻ പ്രോസസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സിനാക്ക് ഉണ്ട്. സിനാക്ക് എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടെ വലിയൊരു പരിപാടിയാണ്. സിനാക്ക് എന്ന് പറയുന്നത്, സിനാക്ക് നിങ്ങൾക്ക് അഗൈൻ നമുക്ക് ഡയറക്ട്ലി പോയി ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഇന്റർവ്യൂ പ്രോസസ് ഉണ്ട്, നമുക്കൊരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട്, 3 ദിവസം 4 ദിവസത്തോളം നിങ്ങളുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഇതെല്ലാം പാസ്സായാലേ അത് കിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെതായ ഗുണം സിനാക്കിനകത്തുണ്ട്. സിനാക്കിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് കിട്ടും. ദാറ്റ്സ് വാട്ട്. സിനാക്കിനകത്ത് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയാൽ റിവാർഡ് കിട്ടും. 2, അത് പ്രൈവറ്റ് ബഗ് ബൗണ്ടിയാണ്. ഇത് രണ്ടാമത്തെ കാര്യമാണ്. അതായത് പബ്ലിക് ബഗ് ബൗണ്ടി ഉണ്ട്, പ്രൈവറ്റ് ബഗ് ബൗണ്ടി ഉണ്ട്. പബ്ലിക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓപ്പൺ ആണ്, ഗ്ലോബലി എല്ലാവർക്കും ഓപ്പൺ ആണ്. വിച്ച് മീൻസ് ഈ ലോകത്തുള്ള എല്ലാ സൈബർ സെക്യൂരിറ്റി റിസർച്ചേഴ്സിനും പോയി അത് ടെസ്റ്റ് ചെയ്യാം. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഓപ്പൺ ആണ്. വിച്ച് മീൻസ് കോമ്പറ്റീഷൻ കുറവാണ്. അതായത് നിങ്ങൾ അഗെയിൻസ്റ്റ് 10 ലക്ഷം ആൾക്കാരും നിങ്ങൾ അഗെയിൻസ്റ്റ് 10 പേരും. അതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സിനാക്ക് കുറച്ചുകൂടെ പ്രൈവറ്റ് ആയിട്ടുള്ള ബഗ് ഉണ്ട്. കാര്യം ഇത്ര പ്രോസസ്സ് കഴിഞ്ഞ് സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ അതിനകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക, കൂടുതൽ ബഗ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ അത് ക്ലിയർ ചെയ്യാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. സിനാക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഡയറക്റ്റ്ലി ക്ലിയർ ചെയ്യാൻ പറ്റില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ക്ലിയർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ അത്യാവശ്യം ഉപകാരമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സിനാക്കിനകത്ത് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനകത്ത് റിവാർഡ് കിട്ടും. പക്ഷേ നോർമലി നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റിന് റിവാർഡ് ഇല്ല. പക്ഷേ സിനാക്കിനകത്താണെങ്കിൽ റിവാർഡ് കിട്ടും. ഇങ്ങനെയുള്ള കുറേ പ്ലാറ്റ്ഫോമുകൾ, സിനാക്ക് പോലെ തന്നെയുള്ള കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതായത് ഒരു പ്രോസസ്സിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ. പിന്നെ അതുപോലെ ഒരു ഇന്ത്യൻ ബേസ്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ബഗ് ബേസ് എന്ന് പറയുന്നത്. ബഗ് ബേസ് ഒരു ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള സെയിം കോൺസെപ്റ്റ് തന്നെ. അപ്പോൾ അഗൈൻ ഇതിലും സെയിം പ്രോസസ്സ് തന്നെയാണ് നിങ്ങൾ ബഗ് ബൗണ്ടി ചെയ്യാനായിട്ട് സാധിക്കും. ബഗ് ബേസ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല, ബട്ട് സ്റ്റിൽ യൂസ്ഫുൾ ആണ്. ഇതുപോലെ വേറെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് കേട്ടോ. ഇതുപോലെ ഈ ബഗ് ക്രൗഡ്, ഹാക്കറോൺ ഒക്കെ പോലെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ വേറെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ഇതിൽ കൂടെ നിങ്ങളൊന്ന് ടേക്ക് ത്രൂ ചെയ്യും. ഒന്ന്, ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് ബഗ് ക്രൗഡ് ആണെന്ന് വെച്ചാൽ, ബഗ് ക്രൗഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള വേറൊരു ഉപകാരമുള്ള ഒരു എല്ലാ പ്ലാറ്റ്ഫോമുകളും, ബഗ് ക്രൗഡ് ആയിക്കോട്ടെ, ഹാക്കറോൺ ആയിക്കോട്ടെ, ഇൻറ്റഗ്രിറ്റി ആയിക്കോട്ടെ, ബഗ് ബേസ് ആയിക്കോട്ടെ,
എല്ലാ പ്ലാറ്റ്ഫോമുകളിനകത്തും റിസർച്ചേഴ്സ്, അതായത് ഇത് കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ടൺ ഓഫ് റിസോഴ്സസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അവർ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വൾണറബിലിറ്റിയെ പറ്റി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിസോഴ്സ് നോക്കി മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോയി ചെയ്യുക. അതാണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബക്രൗഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതാണ് ബക്രൗഡിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അതിനകത്ത് തന്നെ ഉണ്ട്. നമുക്ക് അതിനകത്ത് തന്നെ ഇപ്പം നമ്മൾ ഇത് നോക്കിയാൽ മതി, നമുക്ക് അതിനകത്ത് പഠിക്കാവുന്നുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഈ കാണുന്നതെല്ലാം പല പല ഈ ബുക്കുകളും ലൈക്ക് ബ്ലോഗുകളും ഒക്കെയാണ്. പിന്നെ ഇവരുടെ യൂട്യൂബ് ചാനലും ഉണ്ട് കേട്ടോ. ഇതല്ലാണ്ട് ക്രോസ് സ്ക്രിപ്റ്റിംഗ് ഫോർ എക്സാമ്പിൾ. ക്രോസ് സ്ക്രിപ്റ്റിംഗ് നമ്മളുടെ ട്യൂട്ടോറിയലിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വൾണറബിലിറ്റി. അപ്പോൾ ക്രോസ് സ്ക്രിപ്റ്റിങ്ങിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോ ഓൺ ടു ദിസ്, നിങ്ങൾക്ക് ഇതിലേക്ക് പോവാം. ഇവിടെ ക്രോസ് സ്ക്രിപ്റ്റിങ്ങിനെ പറ്റിയുള്ള ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻസൈഡർ PhDയുടെ ഒരു വീഡിയോ ആണ്. ഇവിടെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നുള്ളൂ ഈ എന്താണ് ക്രോസ് സ്ക്രിപ്റ്റിംഗ് എന്നുള്ളത്. ഇതേപോലെ നിങ്ങൾ ഇതിനകത്തേക്ക് ഈ ബക്ക്ഗ്രൗണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കേണ്ട മോസ്റ്റ് ഓഫ് ദ വൾണറബിലിറ്റികളും ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ബബ്സ്യൂട്ടിനെ പറ്റി ആയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെസിഫിക് വൾണറബിലിറ്റിയെ പറ്റിയാണെങ്കിലും ഒക്കെ ഇതിനകത്ത് നമുക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഒരു വൾണറബിലിറ്റിയെ പറ്റി നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഐഡോർ വൾണറബിലിറ്റിയെ പറ്റി മനസ്സിലാക്കണമെന്ന്. ഐഡോർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വൾണറബിലിറ്റിയാണ്. ഐഡോർ വൾണറബിലിറ്റി ഇൻസെക്യൂർ ഡയറക്റ്റ് ഒബ്ജക്ട് റെഫറൻസ് എന്ന് പറയുന്ന ഒരു വൾണറബിലിറ്റി. ഐഡോറിനെ പറ്റി പഠിക്കണമെങ്കിൽ ഇവിടെ ഹണ്ടിങ് ഐഡോർ വിത്ത് സെഡ്. സോ അഗെയിൻ ഇവിടെ വീഡിയോ ഇവിടെ അവൈലബിൾ ആണ്. ഒരു 32 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട് ഐഡോറിനെ പറ്റി മനസ്സിലാക്കാനായിട്ട്. നിങ്ങൾക്ക് ഐഡോർ എന്താണെന്ന് അറിയണമെങ്കിൽ ഗോ വേർഡ് ആൻഡ് സെർച്ച്. ലൈക്ക് വൈസ് നിങ്ങൾക്ക് ഏതൊരു വൾണറബിലിറ്റിയെ പറ്റിയും അല്ലെങ്കിൽ ബഗ് ബൗണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ പറ്റിയും ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാവുന്നതേ ഉള്ളൂ, പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതുപോലെ സ്കോപ്പിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള ഒരു ആർട്ടിക്കിൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ലൈക്ക് ദ കോൺസെപ്റ്റ് ഈസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള റിസോഴ്സുകൾ എന്തിലുണ്ട്, ബക്ക്ഗ്രൗഡിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ബക്ക്ഗ്രൗഡ് മാത്രമല്ല, എല്ലാവർക്കും ഇതുണ്ട്. ബക്ക്ഗ്രൗഡിൽ തന്നെ ഇത് അവൈലബിൾ ആണ്. ദാറ്റ്സ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഒന്നതാണ്. ഇനി അതുപോലെ HackerOneലേക്ക് പോയി കഴിഞ്ഞാൽ HackerOne മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ബക്ക്ഗ്രൗഡ് പോലെ തന്നെ. ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ സെയിം പ്രോസസ്സ് നിങ്ങൾക്ക് ഇവിടെയും HackerOneലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ലേൺ ടു ഹാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ HackerOneൻ്റെ സെയിം ഈ ഒരു യൂണിവേഴ്സിറ്റി പോലെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു പേജിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ലേണിംഗ് കൊടുക്കുക. സ്റ്റാർട്ട് ലേണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് സെയിം പ്രോസസ്സ് നിങ്ങൾക്ക് ഈ പറയുന്ന ഈ റിസോഴ്സിലേക്ക് ആക്സസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് അത് നോക്കി പഠിക്കാം. HackerOneലുണ്ട്. ഇനി നിങ്ങൾക്ക് ഇൻറ്റഗ്രിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻറ്റഗ്രിറ്റിയിലും സെയിം നിങ്ങൾക്ക് ഇവിടെ ഇൻറ്റഗ്രിറ്റി ബ്ലോഗുകൾ കാണും. ഇൻറ്റഗ്രിറ്റിയുടെ ബ്ലോഗുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സെയിം നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് ലോജിക് എറർ വൾണറബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള റിസോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ദ കോൺസെപ്റ്റ് നിങ്ങൾ ഏതൊരു പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധനം കൂടെ തരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് എന്താണോ ആ ഹെൽപ്പ് അവിടെ കിട്ടും. ദാറ്റ്സ് എ ഹോൾ കോൺസെപ്റ്റ് ബിഹൈൻഡ് ഇറ്റ്. നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് എന്താണോ ആ ഹെൽപ്പ് അവിടെ കിട്ടും എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അതായത് ഇതൊരു അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓൺലി തിങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്ക് നല്ലോണം ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കേണ്ടി വരും. ഇരുന്നാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. പല അറ്റാക്കുകളും വളരെ 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 സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ് പല അറ്റാക്കുകളും. നമ്മളത് പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതാണ് HackerOne ആൻഡ് ഇൻറ്റഗ്രിറ്റി. പിന്നെ ബഗ് ബേസ് ഉണ്ട്. ബഗ് ബേസിലേക്ക് പോയി കഴിഞ്ഞാൽ ബഗ് ബേസിൽ അങ്ങനെ ഒരു ലേണിംഗ് റിസോഴ്സ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അഗൈൻ ഈ ബ്ലോഗുകൾ എല്ലാ പേജുകൾക്കും അല്ലെങ്കിൽ എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും ബ്ലോഗുകളുണ്ട്. അതിൻ്റെ ബ്ലോഗുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ബഗ് ബേസിൻ്റെ ബ്ലോഗുണ്ട്. ബ്ലോഗുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സെയിം ഇപ്പോൾ top 10 ways to bypass a web application firewall. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ഒരു ബ്ലോഗ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള കാണാം. അപ്പം ഇങ്ങനെ എല്ലാ വെബ്സൈറ്റുകളും, അതായത് സെക്യൂരിറ്റി റിസർച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ബഗ് ബൗണ്ടി ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏതൊരു വെബ്സൈറ്റുകളിലും നിങ്ങൾക്ക് സെയിം കോൺസെപ്റ്റ് തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബഗ് ബേസിലാണ് നിങ്ങൾ വേറെ ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ യു ഷുഡ് റൈറ്റ്. അതങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് ഞാനൊന്ന് സജസ്റ്റ് ചെയ്തെന്നുള്ളൂ. ഇത്രയൊക്കെയാണ് നോർമലി ഏറ്റവും കൂടുതൽ വെൽ നോൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. പക്ഷേ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നത് നിർബന്ധമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വേ തരും എന്നുള്ളതാണ്. നമുക്ക് ഇതിനകത്തുള്ള പ്രോഗ്രാംസ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനികൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ബക്ക്ഗ്രൗഡിലേക്ക് നമുക്ക് നോക്കാം. ബക്ക്ഗ്രൗഡിൽ എൻഗേജ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ്. എൻഗേജ്മെന്റ്സ് ഇതിൽ നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കണം. അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. ഇപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് ഈ ബഗ് ബൗണ്ടി. ഈ കമ്പനികളാണ് ഇവിടെ ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള ബക്ക്ഗ്രൗഡിൽ ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ബക്ക്ഗ്രൗഡിൽ ഓൾറെഡി ലിസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇതിൽ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു കമ്പനി എടുക്കാം. ഐഫുഡ് ബഗ് ബൗണ്ടി പ്രോഗ്രാം. സോ ഐഫുഡ് ബഗ് ബൗണ്ടി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് RVDP എന്ന് പറയും. RVDP അല്ലെങ്കിൽ റെസ്പോൺസിബിൾ വൾനറബിലിറ്റി ഡിസ്ക്ലോഷർ പോളിസി. അതായത് എങ്ങനെയാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ബഗ് ബൗണ്ടി പ്രോസസ്സ് എങ്ങനെയാണ് നടക്കേണ്ടത്, എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാം, എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല, എന്ത് റിവാർഡ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന എന്തിലാണ്, ഈ ഒരു കോൺസെപ്റ്റിലാണ്. RVDP അല്ലെങ്കിൽ റെസ്പോൺസിബിൾ വൾനറബിലിറ്റി ഡിസ്ക്ലോഷർ പോളിസിക്കകത്താണ്. അല്ലെങ്കിൽ VDP എന്ന് പറയാം, വൾനറബിലിറ്റി ഡിസ്ക്ലോഷർ പോളിസി. ബോത്ത് സെയിം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആസ് ഓഫ് നൗ നമുക്കിവിടെ കാണാൻ പറ്റുന്ന എന്താണ്, വൾനറബിലിറ്റീസ് റിവാർഡഡ് 166 വൾനറബിലിറ്റി ഇപ്പോൾ റിവാർഡ് ചെയ്തു 5 ദിവസത്തിനുള്ളിൽ വാലിഡേഷൻ. അപ്പോൾ നമ്മളൊരു വൾനറബിലിറ്റി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഒരു 5-6 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. പിന്നെ ആവറേജ് പേ ഔട്ട് ഇപ്പോൾ കഴിഞ്ഞ 3 മാസത്തിൽ $1,230 പേ ഔട്ട് ഇപ്പോൾ കഴിഞ്ഞ
3 മാസം നടന്നിട്ടുണ്ട്. വെരി ഗുഡ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതൊരു വൾണറബിലിറ്റി അസസ്മെന്റ് ബഗ് ബൗണ്ടി ചെയ്യുന്നതിന് മുമ്പും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് RVDP മുഴുവനായിട്ട് വായിക്കുക. വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് വായിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം RVDPക്കകത്ത് പറയുന്നത് എന്താണോ അത് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ല, അല്ലെ അതിന് പുറത്തുള്ള കാര്യങ്ങളാണ് പോയി ചെയ്തതെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല. നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആണ്. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ സെന്റൻസ് ബൈ സെന്റൻസ് വായിച്ചു നോക്കുക, മനസ്സിലാക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇതിൽ പറയുന്നുണ്ടല്ലോ ഇന്ന കാര്യങ്ങളൊന്നും ടെസ്റ്റ് ചെയ്യരുതെന്ന്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ടെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. കാര്യം ഇപ്പോൾ ലെറ്റ്സ് സേ ടെസ്റ്റ് ചെയ്തു വൾണറബിലിറ്റി കിട്ടിയെന്ന് തന്നെ വെച്ചോ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഔട്ട് ഓഫ് സ്കോപ്പ് ആയതുകൊണ്ട് ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിനകത്ത് നിന്ന് റിവാർഡോ അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. റെസ്പോൺസോ ലൈക്ക് റിവാർഡോ റിട്ടേൺസോ അല്ലെങ്കിൽ റെക്കഗ്നീഷനോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അതായത് ഇതിൻ്റെ ഒരു ലീഗൽ ആസ്പെക്ട് ഉണ്ട്. പക്ഷെ അത് നോർമലി അങ്ങനെ ആരും കൺസിഡർ ചെയ്യുന്ന കാര്യമല്ല. ബട്ട് സ്റ്റിൽ ടെക്നിക്കലി അതും അതിൻ്റെ ഒരു പാർട്ടാണ്. അതായത് ഒരു കമ്പനി നിങ്ങൾക്ക് നോർമലി ഒരു കമ്പനി നിങ്ങളോട് പെനിട്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യാൻ പറയുന്ന പോലെ തന്നെയാണ് ബഗ് ബൗണ്ടി ചെയ്യാൻ പറയുന്നത്. പെനിട്രേഷൻ ടെസ്റ്റിംഗ് നമുക്ക് റൂൾസ് ഓഫ് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ROE എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റും NDA അങ്ങനെ പല ഡോക്യുമെന്റുകൾ ഉണ്ട്. ഉള്ളതുപോലെ തന്നെ ബഗ് ബൗണ്ടിക്കകത്ത് നിങ്ങൾക്കുള്ളൊരു ഡോക്യുമെന്റാണ് RVDP എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി നിങ്ങൾക്ക് തന്നിട്ടുള്ള പെർമിഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്യാനാണ്. അതിന് പുറത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ടെക്നിക്കലി ലീഗലി അത് ഇറ്റ്സ് നോട്ട് റൈറ്റ്. അപ്പോൾ വേണമെങ്കിൽ കമ്പനികൾക്ക് സൂ ചെയ്യാം. പക്ഷേ നോബഡി വിൽ ഡു ദിസ്. ബട്ട് ഇതുവരെ ആരും ചെയ്തിട്ടുമില്ല, അങ്ങനെ ചെയ്യാനുള്ള ചാൻസും ഇല്ല. പക്ഷേ ടെക്നിക്കലി ഇറ്റ്സ് ഓൾസോ എ തിങ്. അപ്പോൾ അതുകൊണ്ട് ഔട്ട് ഓഫ് സ്കോപ്പ് വൾണറബിലിറ്റികൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ചില കമ്പനികൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിനലോ സർവീസ് എല്ലാ ബഗ് ബൗണ്ടി പ്രോഗ്രാമിൻ്റെയും ഔട്ട് ഓഫ് സ്കോപ്പിലുണ്ടാകും ഡിനലോ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പോയി ഡിനലോ സർവീസിനുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? കമ്പനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ ലീഗൽ ആക്ഷന് പോവാം, അതിന് പുറകെ അടക്കം ടൺ ഓഫ് ഓപ്ഷൻസ്. പക്ഷേ ദ ഹോൾ കോൺസെപ്റ്റ് ചെയ്യാതിരിക്കുക. ഔട്ട് ഓഫ് സ്കോപ്പ് ആണെങ്കിൽ ആ ഒരു സൈഡിലേക്ക് പോയിരിക്കും. അതായത് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തെന്ന് വെച്ചോ, ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു മാർക്ക് ചെയ്യും. അത് എത്ര സിവിയർ ആണ് എന്നുള്ള അവിടെ പ്രശ്നമല്ല. എത്ര സിവിയർ ആണ്, അതുകൊണ്ട് എന്ത് ഇമ്പാക്ട് ഉണ്ടാകുന്നു എന്നുള്ളതൊന്നും അവിടെ പ്രശ്നമല്ല. അത് ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യും. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാത്തതാണ് എപ്പോഴും നല്ലത്. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ വെക്കുന്നത്? പല റീസൺസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിനലോ സർവീസ് തന്നെ എടുത്തു. ഡിനലോ സർവീസസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഡൗൺ ആവാം, കസ്റ്റമേഴ്സിന് സർവീസ് കിട്ടാണ്ടാവാം. ഇപ്പോൾ ചില വൾണറബിലിറ്റികൾ എന്ന് പറയുന്നത് വളരെ മീസിലി ആയിട്ടുള്ള വൾണറബിൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ HSTS ഹെഡർ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് HTTPS എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് HSTS. അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർഡ്. HTTPSന്റെ തന്നെ വേറൊരു വെർഷനാണ് HSTS എന്ന് പറയുന്നത്. HSTS ഒരു പ്രോട്ടോക്കോൾ അല്ല, ഒരു ഹെഡറാണ്. അപ്പോൾ ഈ HSTS ഹെഡർ കൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയൊരു അറ്റാക്ക് ഉണ്ട്, SSL സ്ട്രിപ്പിംഗ് എന്ന് പറയുന്ന ഒരു അറ്റാക്ക്. അത് നമുക്ക് HTTPSനകത്തുനിന്ന് ഈ SSL റിമൂവ് ചെയ്യാൻ പറ്റുന്നൊരു അറ്റാക്കാണ്. ഇതിപ്പോൾ പോസിബിൾ അല്ല, പണ്ട് പോസിബിൾ ആയിരുന്നു. അപ്പോൾ ഇതിനുള്ള പ്രിവെൻഷൻ ആയിട്ട് വന്നാണ് HSTS എന്ന് പറയുന്ന ഹെഡർ. അപ്പോൾ ഈ HSTS ഹെഡർ ഉണ്ടെങ്കിൽ HTTPSലാണോ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ക്ലയന്റും വെരിഫൈ ചെയ്യും, സെർവറും വെരിഫൈ ചെയ്യും. അപ്പോൾ ഈവൻ തോ ആരെങ്കിലും SSL ലെയറിനെ റിമൂവ് ചെയ്ത് കളഞ്ഞാലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതാണ് റിയാലിറ്റി. ഇതൊരു PFA ലെവൽ ബഗ്ഗാണ് HSTS ഹെഡർ ഇല്ലാതിരിക്കുക എന്നുള്ളത്. കാര്യം HTTPS എന്ന് പറയുന്നത് ഓൾറെഡി സ്ട്രോങ് ആണ്. HTTPS അവിടെ ഉണ്ട്. പിന്നെ ഒരു ആഡഡ് പ്രൊട്ടക്ഷൻ ആണ് HSTS ലെയർ എന്ന് പറയുന്നത്, HSTS ഹെഡർ എന്ന് പറയുന്നത്. ഇതവിടെ വേണമെന്നുള്ള നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ബെസ്റ്റ് പ്രാക്ടീസ്. അതൊരു നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ കമ്പനി എന്താ ചെയ്യുക? നിങ്ങൾ ഇവനെ ലെറ്റ്സ് നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തു, നിങ്ങൾ ഈ HSTS ഐഡന്റിഫൈ ചെയ്തു, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് കമ്പനിക്ക് യാതൊരു പ്രശ്നമില്ല. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമ്പനിക്ക് ഒരു പ്രശ്നമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? അവരതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആദ്യമേ അത് അവിടെ പറഞ്ഞു വെക്കും. ലൈക്ക് ഡു നോട്ട് ടെസ്റ്റ് ഫോർ HSTS അല്ലെങ്കിൽ ഡു നോട്ട് ടെസ്റ്റ് ഫോർ SPF റെക്കോർഡ്സ്. SPF റെക്കോർഡ് ഈ ഇമെയിൽ സ്പൂഫിങ്ങിനൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള റെക്കോർഡാണ്. ഡു നോട്ട് ടെസ്റ്റ് ഫോർ ദാറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ബേസിക് വൾണറബിലിറ്റികളുണ്ട്. അതായത് അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത കുറേ വൾണറബിലിറ്റികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വൾണറബിലിറ്റികൾ കമ്പനി എന്ത് ചെയ്യും? അത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള പറയും. ചില വൾണറബിലിറ്റികൾ കമ്പനികൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അപ്പോൾ അവർ അത് ടെസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പല റീസൺസ് ആവാം. ടു സേവ് ദ ടൈം ഒന്ന്, അല്ലെങ്കിൽ അതുകൊണ്ട് വെബ്സൈറ്റിനോ അല്ലെങ്കിൽ അവരുടെ മൊബൈൽ ആപ്പിനോ അല്ലെങ്കിൽ അവരുടെ കമ്പനിക്കോ അല്ലെങ്കിൽ സെർവറിനോ ഒന്നും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കുക. ഇങ്ങനെ പല കാരണങ്ങൾക്കായിരിക്കാം. ബേസിക്കലി കൂടുതൽ ടൈം സേവ് ചെയ്യാനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഔട്ടോ സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഔട്ടോ സ്കോപ്പ് എന്തായാലും ഉണ്ടാവണം. ഇപ്പോൾ ഈ ഔട്ടോ സ്കോപ്പ് ഉണ്ടോ? ഇതിൽ പറയുന്ന ഔട്ടോ സ്കോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്ലിക്ക് ജാക്കിംഗ് ഓൺ പേജ് വിത്ത് നോ സെൻസിറ്റീവ് ആക്ഷൻ. ഈ ക്ലിക്ക് ജാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിനെ നമുക്കൊരു HTML iframe ഉണ്ട്. iframe എന്ന ഒരു ഫ്രെയിമിനകത്ത് നമുക്കൊരു വെബ്സൈറ്റിനെ കൊണ്ട് വെക്കാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് ക്ലിക്ക് ജാക്കിംഗ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഈ വെബ്സൈറ്റ് അതിനകത്ത് കൊണ്ട് വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ വെബ്സൈറ്റ് അതിനകത്ത് കൊണ്ട് വെച്ചത് കൊണ്ട് എന്തെങ്കിലും അറ്റാക്ക് നടക്കണം. അങ്ങനെ ഒന്നും നടക്കുന്നില്ലെങ്കിൽ അതൊരു വൾണറബിലിറ്റി അല്ല.
ഇതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ എളുപ്പം നമ്മളുടെ ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിനകത്ത് പണ്ട് ഉണ്ടായിരുന്ന ഒരു വൾണർ, പണ്ട് ഒരു ക്ലിക്ക് ജാക്ക്, പണ്ട് വളരെ പണ്ടാണ്, ഒരു മിനിമം ഒരു 10 വർഷമെങ്കിലും ആയിട്ടുണ്ട് ആ വൾണറബിലിറ്റി റിസോൾവ് ചെയ്തിട്ട്. ആ വൾണറബിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് നമ്മൾ എന്തെങ്കിലും ഈ നമ്മളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് മറ്റേ ഒരു ഒരു ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ പ്ലേ ബാലൻസ് അല്ലെങ്കിൽ വാലറ്റ് എന്ന് പറയുന്ന ഒരു, അതിന്റെ എക്സാക്ട് നെയിം ഞാൻ വിട്ടു, ഒരു ക്രെഡിറ്റ് പർച്ചേസ്. നമ്മൾ അതിനകത്ത് പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് പല പല സർവീസുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ യൂട്യൂബ് പ്രീമിയത്തിനൊക്കെ അങ്ങനെ നമുക്ക് അതിനകത്ത് തന്നെ പേ ചെയ്യാം. ഗൂഗിൾ പ്ലേയുടെ വാലറ്റിൽ നിന്ന് പേ ചെയ്യാം. അപ്പോൾ ഈ ഒരു 10-12 വർഷം മുമ്പാണ് കേട്ടോ, ഇത് വളരെ പഴയതാണ്, ഇപ്പോൾ ഇല്ല. അപ്പോൾ അന്നെന്ന് പറയുന്നത് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഒക്കെ ഹയർ വെർഷൻസ് ഇന്ന് നമുക്ക് ആ ഓപ്ഷൻ ഉണ്ട്. 100 GB 200 GB 1 TB ഒക്കെ പർച്ചേസ് ചെയ്യും. നിങ്ങളിത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളിപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പ്ലേ വാലറ്റിൽ നിന്ന് പേ ചെയ്യാം. ഗൂഗിൾ പ്ലേയുടെ വാലറ്റിൽ നിന്ന് പേ ചെയ്യാം. അങ്ങനെ വാലറ്റിൽ നിന്ന് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാലറ്റിൽ എത്രയാണോ പൈസ ഉള്ളത് അതിൽ നിന്ന് ഡയറക്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു. അതിൻ്റെ ഗൂഗിൾ വണ്ണിൻ്റെ പേജാണ്. ഈ ഗൂഗിൾ വണ്ണിൻ്റെ പേജിൽ ഇപ്പോൾ സ്റ്റോറേജ് ഇപ്പം ഇതിനകത്തൊന്നും നമുക്ക് ഞാനിപ്പോൾ ഓൾറെഡി 2 TBയിലാണുള്ളത്. ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ഇതാ 2 TBയിലാണുള്ളത്. അപ്പോൾ 2 TB എനിക്ക് മാറ്റാൻ പറ്റില്ല. ഞാൻ വേറൊരു അക്കൗണ്ടിൽ കാണിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഈ അക്കൗണ്ട് എടുക്കാം. ഇതിലെനിക്ക് ഗൂഗിൾ വൺ ഇല്ല. അപ്പോൾ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം മന്ത്ലി ഇത് 30 GB ഒരു മാസം 15 രൂപ ഞാൻ ഗെറ്റ് ഡിസ്കൗണ്ട് കൊടുത്തു. 15 രൂപ പെർ മാസം 3 മാസത്തേക്ക് കണ്ടിന്യൂ. അപ്പോൾ ഇവിടെ അടുത്തത് പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ പേയ്മെന്റ് മെത്തേഡ്. അപ്പോൾ ഇവിടെ പേയ്മെന്റിന് പല ഓപ്ഷൻസ് ആണ്. ആഡ് കാർഡ്, പേ വിത്ത് UPI, റെഡീം കോഡ്, പേ ഓൺ യുവർ ഫോൺ എന്ന് പറഞ്ഞ പല ഓപ്ഷൻസ് ആണ്. റെഡീം കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഗിഫ്റ്റ് കാർഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഡുകൾ കൊടുക്കാം. ബേസിക്കലി ദ കോൺസെപ്റ്റ് ഇസ് പല മെത്തേഡ് ഓഫ് പേയ്മെന്റ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ പേ വിത്ത് ഫോൺ കൊടുത്താൽ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും, അതിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എനിവേ ദ കോൺസെപ്റ്റ് ഈസ് നിങ്ങൾക്ക് ഇങ്ങനെ പല രീതിയിൽ പേ ചെയ്യും. അതിനകത്ത് ഗൂഗിൾ പ്ലേയുടെ ഒരു വാലറ്റിന്റെ ഓപ്ഷനും കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ വാലറ്റിനകത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ വാലറ്റിൽ നിന്ന് പൈസ പോവും. എന്നിട്ട് നമുക്ക് ഈ ഗൂഗിൾ ഡ്രൈവ് അപ്ഗ്രേഡേഷൻ കിട്ടും, അല്ലെങ്കിൽ ഡ്രൈവിന്റെ സ്റ്റോറേജ് കിട്ടും. അപ്പോൾ ഇതിലുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ പേ വിത്ത് ഗൂഗിൾ പ്ലേ വാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കൺഫർമേഷൻ ചോദിക്കും. നിങ്ങൾക്കിത് പേ ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫർമേഷൻ ഇപ്പോൾ ചോദിക്കും. പണ്ട് അതുണ്ടായില്ല. അപ്പോൾ അതില്ലാത്തതുകൊണ്ടുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഒരു അറ്റാക്കറിന് ഈ പ്ലേ വാലറ്റിന്റെ ഒരു പേജ് കൊണ്ടിട്ട് ഒരു വേറൊരു പേജിൽ ഹൈഡ് ചെയ്ത് വെക്കും. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഗൂഗിൾ പ്ലേ വളരെ പഴയതാണ് കേട്ടോ, അപ്പോൾ മോസ്റ്റ്ലി അവൈലബിൾ ആയിരിക്കണം. 7 വർഷം മുമ്പുള്ളതാണ് ഈ ഒരു ഇത് ഐഡന്റിഫൈ ചെയ്ത ആളിട്ട ഒരു വീഡിയോ ആണ്. ഈ ഒരു സ്ക്രീൻഷോട്ടാണ്. ഈ സ്ക്രീൻഷോട്ടിൽ ഇവിടെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇല്ലേ, ഈ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗൂഗിൾ പ്ലേ വാലറ്റിൽ നിന്ന് പൈസ പോയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ആവും. അതായത് 100 GB ഡ്രൈവിന്റെ ഇത് കിട്ടും. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പേജ് ഉണ്ടല്ലോ, ഈ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പേജ്, ഇതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും വെച്ചതിന്റെ ഐഫ്രെയിമിനകത്ത് എടുത്ത് വെക്കാൻ പറ്റുന്നുള്ള ഗുണം വെച്ചാൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഐഫ്രെയിമിന് ഒപ്പാസിറ്റി എന്ന് പറയുന്നത്, ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് കുറയ്ക്കാൻ പറ്റും. കുറച്ച് കൊണ്ട് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റാത്ത രീതിയിൽ ആ വെബ് പേജിലുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അറിയാണ്ട് നമ്മളുടെ കൈ അതിനകത്ത് തട്ടാം. നമ്മളുടെ കൈ അറിയാനകത്ത് തട്ടി എന്ത് സംഭവിക്കും, നമ്മുടെ കൈ അറിയാനകത്ത് തട്ടി കഴിഞ്ഞാൽ നമ്മളുടെ ഗൂഗിൾ പ്ലേ ബാലൻസിൽ നിന്ന് പൈസ പോയിട്ട് നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് ആക്സസ് കിട്ടും. അതായത് ഒരു യൂസറിന്റെ കൺഫർമേഷൻ ഇല്ലാണ്ട് നമ്മളുടെ വാലറ്റിൽ നിന്ന് പൈസ പോവാം. ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഒരു പ്രശ്നമാണ്. കാരണം ഒരു യൂസർ അറിയാണ്ട് എന്ത് ചെയ്യാണ്, ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു സെൻസിറ്റീവ് ആക്ഷൻ നടക്കുന്നുണ്ട്. എന്താണ് സെൻസിറ്റീവ് ആക്ഷൻ? അയാളുടെ ഗൂഗിൾ പ്ലേ വാലറ്റിലുള്ള പൈസ പോയി അയാൾക്ക് ഓരോ സർവീസിലേക്ക് ആക്സസ് കിട്ടുന്നു. അതൊരു സെൻസിറ്റീവ് ആണ്. കാര്യം അയാളുടെ പ്ലേ വാലറ്റിൽ നിന്ന് പൈസ പോവാണ്, അത് പോകാൻ പാടില്ല. അയാളുടെ കൺഫർമേഷൻ ഇല്ലാണ്ട് പോകാൻ പാടില്ല. അന്ന് ആ കൺഫർമേഷൻ ചോദിക്കണ്ടായില്ല. അപ്പോൾ ഈ ഇങ്ങനൊരു പേജ് നമുക്ക് വേറൊരിടത്ത് കൊണ്ട് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഐഫ്രെയിമിനകത്ത് എടുത്ത് വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാണ്ട് പോയി നമ്മളുടെ കൈ ടച്ച് ചെയ്യാം. കാര്യം നമ്മൾ കാണുന്നില്ല, ഇത് ഹൈഡ് ആക്കി വെച്ചത്. ട്രാൻസ്പെറൻസി കുറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പേജ് കാണില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഹൈഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ അറിയാണ്ട് പോയി തട്ടാം, അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് ടച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്ലേ വാലറ്റിൽ നിന്ന് പൈസ പോകും. അപ്പോൾ ഇതായിരുന്നു ആ അറ്റാക്ക് എന്ന് പറയുന്നത്. ക്ലിക്ക് ജാക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് യൂസർ അറിയാണ്ട് യൂസറിനെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, അത് ഹൈഡ് ചെയ്ത് വെക്കുക, ഒരു മലീഷ്യസ് ആയിട്ടുള്ള പേജ് ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ ഇതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നമാണ്. എപ്പോൾ പ്രശ്നമാകും? നമ്മളുടെ യൂസർ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും സെൻസിറ്റീവ് ആക്ഷൻ നടക്കുകയാണെങ്കിൽ പ്രശ്നമാകും. എന്തെങ്കിലും സെൻസിറ്റീവ് ആക്ഷൻ നടന്നാൽ മാത്രമേ അതൊരു പ്രശ്നമാകുന്നു. ഇതുകൊണ്ട് ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ഒരു സെൻസിറ്റീവ് ആക്ഷൻ നടക്കുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് ക്ലിക്ക് ജാക്കിംഗ് ഓർ പേജസ് വിത്ത് നോ സെൻസിറ്റീവ് ആക്ഷൻസ്. അതായത് എന്തെങ്കിലും സെൻസിറ്റീവ് ആക്ഷൻ ഉണ്ടെങ്കിൽ അത് വാലിഡ് ആയിട്ട് എടുക്കാം. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ക്ലിക്ക് ജാക്കിംഗ് വൾണറബിലിറ്റി ഒരു വാലിഡ് വൾണറബിലിറ്റി ആയിട്ട് അവർക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ. പിന്നെന്താ, ഈ യൂസർ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നടക്കുന്നില്ലെങ്കിൽ എന്താണ് കുഴപ്പം?
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു സെൻസിറ്റീവ് ആക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂസറിന് ഇമെയിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വെബ്സൈറ്റിലും കൊടുക്കാറുണ്ട്. ഈ ഇമെയിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്ന പേജ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂസറിന് എന്ത് ചെയ്യും, യൂസർ അറിയാണ്ട് ഇമെയിൽ അപ്ഡേറ്റ് ചെയ്ത് പോകും, യൂസർ അറിയാണ്ട് ക്ലിക്ക് ചെയ്യാം, ഇമെയിൽ അപ്ഡേറ്റ് ആയി പോകും. ഇങ്ങനെ പല പല കാര്യങ്ങൾ, അതായത് പോസിബിലിറ്റീസ് ആണ് എൻലെസ്, പല പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും സെൻസിറ്റീവ് ആക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ക്വസ്റ്റ്യൻ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഇമ്പാക്ട്. നിങ്ങൾക്ക് ആ വൾണറബിലിറ്റി അവിടെ, ക്ലിക്ക് ജാക്കിംഗ് വൾണറബിലിറ്റി ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ക്ലിക്ക് ജാക്കിംഗ് വൾണറബിലിറ്റി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു വെബ്സൈറ്റിന് എടുക്കുക, ഒരു ഐഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക, അതിനകത്ത് വെച്ച് നോക്കുക. ഒരു ഐഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും. നിങ്ങൾ ഇവിടെ നമ്മളുടെ W3 സ്കൂൾ ഐഫ്രെയിം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ഐഫ്രെയിം ടാഗ് കിട്ടും. നിങ്ങൾക്ക് അവിടെ തന്നെ ഓൺലൈനായിട്ട് ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് ഐഫ്രെയിം എന്ന് പറയുന്നത്. ഇങ്ങനൊരു ഫ്രെയിമിനകത്ത് കൊണ്ടുവെക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഏതൊരു വെബ്സൈറ്റിനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ google.com വെക്കാൻ പറ്റുമോ നോക്കാം. റെഫ്യൂസ് വെക്കണം, google.com പറ്റില്ല. ഇപ്പോൾ നമുക്ക് വേറെ ഇപ്പോൾ ഏതല്ല ബ്രോട്ടോടൈപ്പ് നോക്കാം, brototype.com. ബ്രോട്ടോടൈപ്പ് അവിടെ വെക്കാൻ പറ്റും. അത് അവിടെ ലോഡായി വരുന്നുണ്ട്. എന്നാൽ ദ ക്വസ്റ്റ്യൻ ഈസ്, ഇതവിടെ ലോഡായി വരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം, ഞാൻ മലയാളം സെലക്ട് ചെയ്യുന്നു, വെബ്സൈറ്റ് വന്നു. ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എബൌട്ട് ബ്രോക്യാമ്പ്, ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം എനിക്ക് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സെൻസിറ്റീവ് ആയിട്ടൊന്നും നടക്കുന്നില്ല. അതായത് വെബ്സൈറ്റ് ലോഡാവുന്നുണ്ട്, വെബ്സൈറ്റിനകത്തുള്ള കണ്ടന്റ് കാണിക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് എനിക്കെന്തില്ല, ഒരു പ്രശ്നവുമില്ല. അതായത് അതുകൊണ്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. ഒരു യൂസർ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതവിടെ പ്രശ്നമൊന്നുമില്ല. കാര്യം എനിക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നല്ലാതെ ഒരു സെൻസിറ്റീവ് ആക്ഷനും എനിക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ്സ് എ ഹോൾ കോൺസെപ്റ്റ് ബിഹൈൻഡ് ഇറ്റ്. ഇവിടെ വൾണറബിലിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ യെസ്. ക്ലിക്ക് ജാക്കിംഗ് വൾണറബിലിറ്റി എന്താണ്? ഐഫ്രെയിം അതിനകത്ത് ലോഡാവും. ഒരു ഐഫ്രെയിമിനകത്ത് നമ്മളുടെ വെബ്സൈറ്റ് ലോഡാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ജാക്കിംഗ് വൾണറബിലിറ്റി ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വൾണറബിലിറ്റി ഉണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം, ഇമ്പാക്റ്റ് ഉണ്ടോ എന്നുള്ളത്. നമ്പർ ഓഫ് വൾണറബിലിറ്റിയെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് വൾണറബിലിറ്റി ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇമ്പാക്റ്റ് ഇല്ല, അപ്പോൾ ഇതൊരു വൾണറബിലിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് ആ ഒരു ഹോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഔട്ട് ഓഫ് സ്കോപ്പ് ആക്കാനുള്ള, ഇപ്പോൾ നിങ്ങളിത് പോയി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് അവരുടെ സമയം വെറുതെ കളയായിരിക്കും. അവരത് ഇരുന്ന് വാലിഡേറ്റ് ചെയ്യണം, ട്രയൽ ചെയ്യണം, എന്നിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് തരണം. ഇത് ഒരു ടൈം വെറുതെ വേസ്റ്റ് ആവുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത്. ഒരു സെൻസിറ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ ഡു നോട്ട് റിപ്പോർട്ട്. ഇപ്പോൾ ഇങ്ങനെ ഇവർ ഈ പറയുന്ന വൾണറബിലിറ്റികളുടെ ഭൂരിഭാഗവും ഇങ്ങനെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SSL/TLS കോൺഫിഗറേഷൻ, നമ്മളുടെ HSTS ഹെഡറിനെ പറ്റിയാണ് പറയുന്നത്. അവരുടെ വെബ്സൈറ്റിൽ HSTS ഹെഡർ ഉണ്ടോ ഇല്ലയോ, ഉണ്ടാവാം, ഇല്ലായിരിക്കാം. പക്ഷേ ദ ഹോൾ കോൺസെപ്റ്റ് ഈസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സമയം കളയേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് HSTS ഹെഡർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അതൊരു ബെസ്റ്റ് കോൺഫിഗറേഷൻ ആണ്, മാൻഡേറ്ററി കോൺഫിഗറേഷൻ അല്ല. അതുകൊണ്ട് ഇമ്പാക്റ്റ് ഇല്ല. ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ യെസ്, പക്ഷേ ഇമ്പാക്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. ദാറ്റ്സ് എ ഹോൾ കോൺസെപ്റ്റ്. ഇമ്പാക്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ, പറ്റില്ലെങ്കിൽ ദർ ഇസ് നോ യൂസ്. അപ്പോൾ ഇങ്ങനെ ഇവർ ഈ പറയുന്ന ഈ ഔട്ട് ഓഫ് സ്കോപ്പിൽ പറയുന്ന ഇത്രയും വൾണറബിലിറ്റികളും ഈ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഇതുകൊണ്ടൊരു പ്രശ്നമില്ലെങ്കിൽ ഡു നോട്ട് റിപ്പോർട്ട് ഇറ്റ്. പ്രശ്നമുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഹെഡ് ആൻഡ് റിപ്പോർട്ട് ഇറ്റ്. പക്ഷേ ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രൂവ് ചെയ്യാൻ പറ്റണം. ഇവരുടെ എല്ലാ എക്സാമ്പിൾസും തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനി ആക്ടിവിറ്റി ദാറ്റ് കുഡ് ലീഡ് ടു ഡിസ്റപ്ഷൻ ഓഫ് സർവീസ്, ഡിനയൽ ഓഫ് സർവീസ്. നിങ്ങൾ എന്ത് വേണേൽ ചെയ്താൽ പക്ഷേ വെബ്സൈറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അത് ഔട്ട് ഓഫ് സ്കോപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ദ ഹോൾ കോൺസെപ്റ്റ് ഈസ് ബിഹൈൻഡ് ഇറ്റ്. ലൈക്ക് ഔട്ട് ഓഫ് സ്കോപ്പ് ആണെങ്കിൽ ഡു നോട്ട് ഗോ ഫോർ ഇറ്റ്. വെറുതെ അതിന് വേണ്ടിയിട്ട് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സമയം കളഞ്ഞു കഴിഞ്ഞാലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം നമുക്കില്ല. അവരവരുടെ സെറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുക. എനിവേ, അപ്പോൾ സോ ദാറ്റ്സ് എ കോൺസെപ്റ്റ് ബിഹൈൻഡ് ഇറ്റ്. ഇനി ഇവരുടെ റിവാർഡുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം P1 to P4 ലെവൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. P1 to P4 P4 $150 to $400 ആണ് P4 ലെവൽ ബഗ്ഗുകൾക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ P4 ലെവൽ ബഗ്ഗുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളതും എന്നാൽ അതേപോലെ ഇമ്പാക്റ്റ് ചെറിയ രീതിയിലുള്ള ഒരു വൾണറബിലിറ്റികളാണ് P4 ലെവൽ ബഗ്ഗുകൾ എന്ന് പറയുന്നത്. ഈ P4 ഇപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത നിങ്ങൾക്കുള്ളത് എപ്പോഴും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന വൾണറബിലിറ്റി ഏത് സിവിയറിറ്റി ലെവലാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവും. അത് കണ്ടുപിടിക്കാനുള്ള പല വഴികളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ളൊരു കോൺസെപ്റ്റാണ് ബഗ്ക്രൗഡിൻ്റെ തന്നെ വൾണറബിലിറ്റി റേറ്റിംഗ് ടെക്സോണമി അല്ലെങ്കിൽ VRT എന്ന് പറയും. ബഗ്ക്രൗഡിൻ്റെ VRT അല്ലെങ്കിൽ വൾണറബിലിറ്റി റേറ്റിംഗ് ടെക്സോണമിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഏത് ലെവൽ ബഗ് ആണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വൾണറബിലിറ്റി ആണ് DNS സോൺ ട്രാൻസ്ഫർ വൾണറബിലിറ്റി എന്ന് പറയും. സോൺ ട്രാൻസ്ഫർ വൾണറബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ സോൺ ട്രാൻസ്ഫർ വൾണറബിലിറ്റി എന്ന് പറയുന്നത് ഒരു P4 ലെവൽ ബഗ് ആണെന്നുള്ള നമുക്ക് കാണാൻ പറ്റും. സോൺ ട്രാൻസ്ഫർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. സോൺ ട്രാൻസ്ഫർ വൾണറബിലിറ്റി എന്ന് പറയുന്നത് DNS അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സെർവറുകളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് റെക്കോർഡുകളുണ്ടല്ലോ. A റെക്കോർഡ്, WWW റെക്കോർഡ്, CNAME റെക്കോർഡ്, TXT റെക്കോർഡ്, ഇങ്ങനെ പല റെക്കോർഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പല റെക്കോർഡുകളുണ്ട്. ഈ റെക്കോർഡുകളെ നമ്മൾക്ക് രണ്ട് DNS സെർവറുകളുണ്ടോ, ഒന്ന് പ്രൈമറിയും അതേപോലെ സെക്കൻഡറി. പ്രൈമറി DNS സെർവറാണ് നമ്മൾ എന്ത് വെബ്സൈറ്റിലേക്ക് ആക്സസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വെബ്സൈറ്റ് റെസ്പോൺസ് തരുന്നതൊക്കെ പ്രൈമറി സെർവർ. പക്ഷേ ലെറ്റ്സ് ഫോർ സം റീസൺ, എന്തെങ്കിലും ഒരു റീസൺ കാരണം പ്രൈമറി സെർവർ ഡൗൺ ആയി, അപ്പോൾ അതിനെ ടേക്ക് ഓവർ ചെയ്ത് അതിന് പകരമുള്ള ഒരു ബാക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് സെക്കൻഡറി സെർവർ എന്ന് പറയുന്നത്. അതായത് പ്രൈമറി ഡൗൺ ആയാൽ സെക്കൻഡറി കയറും. പക്ഷേ ഈ സെക്കൻഡറി കയറി വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, പ്രൈമറി ഡേയിലുള്ള എല്ലാ ഡാറ്റ ആരുടെയിലും വേണം, സെക്കൻഡറി ഡേയിൽ വേണം.
പ്രൈമറി ഡേയിൽ എന്തൊക്കെ ഫയലുകളുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ റെക്കോർഡുകളുണ്ടോ അതൊക്കെ ആരുടെ കയ്യിലും വേണം, സെക്കൻഡറിയിലാണ്. പ്രൈമറിയുടെ ഒരു എക്സാക്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കണം ആരെന്ന് പറയുന്നത് സെക്കൻഡറി സെർവർ എന്ന് പറയുന്നത്. സോ ഈ സെക്കൻഡറി സെർവറിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ പ്രൈമറിയിൽ നിന്ന് എല്ലാ റെക്കോർഡുകളും റെക്കോർഡ് AA റെക്കോർഡൊക്കെ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് കൊടുക്കണം. ഇത് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് DNS സോൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സോൺ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന AXFR പ്രോട്ടോകോൾ ആണ്. ഈ പ്രോട്ടോകോൾ ഉപയോഗിച്ച് നമ്മൾ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ ആരാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഏത് സെർവറിനാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത്. അപ്പോൾ ഇത് നോർമലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വൾണറബിലിറ്റി ആണ്. അതായത് ഇത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആർക്ക് പറ്റും, ഇത് ആർക്ക് പറ്റും എന്നുള്ള ഈ സെർവർ സൈഡിൽ മോസ്റ്റ്ലി സെർവർ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കും ഇന്ന IP അഡ്രസ്സിനാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇത് ബൈ ഡിഫോൾട്ട് ഇപ്പോൾ എല്ലാ DNSകളിലും ഉണ്ട്. പക്ഷെ എന്നാലും ഇനി ആരെങ്കിലും ഒരു കസ്റ്റം DNS ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഇത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ വൾണറബിലിറ്റികൾ ഉണ്ടാവും. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 2-3 മിനിറ്റിന്റെ കാര്യമുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ നമ്മളെപ്പോഴും ഒരു ചെറിയ പോസിബിലിറ്റിയെ പോലും വിട്ടുകളായിരിക്കുന്നതാണ് നല്ലത്. നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാലി ലിനക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാലി ലിനക്സ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മളുടെ വിൻഡോസിനകത്തുള്ള WSL എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ലിനക്സ് എന്ന് പറയും. കാലി ലിനക്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇത് ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ, ഇവിടെ കമാൻഡ് ലൈനായിട്ട്. ഇവിടെ നമ്മൾ സോൺ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ഡിഗ് എന്ന് പറയുന്ന ഒരു ടൂളാണ്, DIG. ഇത് നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്നത് നമ്മളുടെ നേരത്തെ സെഷനിൽ നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ട്. ഡിഗ് ഇത് നോർമലി പ്രീ ഇൻസ്റ്റാൾഡ് ആണ്, അപ്പോൾ അത് പ്രത്യേകിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിഗ് എന്ന് പറഞ്ഞ ഒരു കമാൻഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക, DIG. ഓക്കെ, സോ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റിൻ്റെ സ്കോപ്പ് ഒന്ന് നോക്കണം. ഇതാണ് നമ്മളുടെ ടാർഗറ്റ്. ഇതാണ് ടാർഗറ്റിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്നതാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഈ സ്കോപ്പിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ifood.com.br, അതേപോലെ തന്നെ മാർക്കറ്റ് പ്ലേസ് ifood.com.br എന്ന് പറയുന്ന കുറെ വെബ്സൈറ്റുകൾ കാണാം. പിന്നെ സെക്കൻഡറി അസറ്റുകളുണ്ട്. സെക്കൻഡറി അസറ്റുകൾ movilipay.com സംതിങ്. വെച്ചാൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് എടുക്കാം. ഇവിടെ ഒരു കാര്യം എടുക്കേണ്ടത്, ഈ ആദ്യം ഒരു സ്റ്റാർ അവിടെ മെൻഷൻ ചെയ്തേക്കുന്നതാണ്. ഒരു സ്റ്റാർ ആസ്ട്രിസ്ക് അവിടെ മെൻഷൻ ചെയ്തേക്കണം. ഈ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു വൈൽഡ് കാർഡ് എന്നാണ് പറയുക. വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാർ വരുന്നിടത്ത് ഇറ്റ് ക്യാൻ ബി എനിത്തിങ് എന്നുള്ളതാണ്. വിച്ച് മീൻസ് ഈ ഒരു പെർട്ടിക്കുലർ ഡൊമൈൻ, അതായത് movilipay.com എന്ന് പറയുന്ന ആ ഒരു ഡൊമൈൻ്റെ എല്ലാ സബ് ഡൊമൈനുകളും സ്കോപ്പിനകത്ത് വരുന്നുണ്ടെന്നാണ് അതിനകത്ത്. സ്റ്റാർ ഡോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സബ് ഡൊമൈനുകളും സ്കോപ്പിനകത്ത് വരുന്നത്. അപ്പോൾ ഡസ് നോട്ട് മാറ്റർ എന്ത് സബ് ഡൊമൈൻ ആണെന്നുള്ളത്, അത് movilipay.comന്റെ സബ് ഡൊമൈൻ ആണെങ്കിൽ അത് ടാർഗറ്റിനകത്ത് വരുന്നുണ്ട്, സ്കോപ്പിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സബ് ഡൊമൈനുകൾ എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം പോസിബിലിറ്റി നിങ്ങൾക്ക് ബഗ് കണ്ടുപിടിക്കാനുണ്ടോ. അതായത് ഓരോ സബ് ഡൊമൈനും ഓരോ ടാർഗറ്റുകൾ. ഇപ്പോൾ ഒരു ഡൊമൈൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന വെച്ചിട്ട് movilipay.com എന്ന് പറഞ്ഞ ഡൊമൈൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ movilipay.com ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വെബ് പേജ് വരുമല്ലോ, അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വൾണറബിലിറ്റികൾ ഉണ്ടാവും. ഇതേപോലെ തന്നെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് വെബ് പേജ് ആണ് അതിൻ്റെ ഒരു സബ് ഡൊമൈൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 100 സബ് ഡൊമൈനുകൾ ഉണ്ടെങ്കിൽ 100 ഡിഫറെന്റ് ടാർഗറ്റുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വിച്ച് മീൻസ് നിങ്ങൾക്ക് അത്രയും പോസിബിൾ വൾണറബിലിറ്റീസ് അവിടെ ഉണ്ടാവും. ഇപ്പോൾ 100 എണ്ണോ 1000 എണ്ണോ 10,000 ഒക്കെ ഉണ്ടെങ്കിൽ അത്രയധികം പോസിബിൾ സബ് ഡൊമൈനുകൾ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ movilipay.com അപ്പോൾ അതിൻ്റെ സബ് ഡൊമൈൻ ആയാലും നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് movilipay.com ടാർഗറ്റ് എടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ടെസ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വൾണറബിലിറ്റിക്കുള്ള സാധ്യത വളരെ കുറവാണ്. അതെപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. സോ ടെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. DIG ഡിഗ്. ദെൻ അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു സോൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പ്രൈമറി സെർവറിൽ നിന്ന് സെക്കൻഡറി സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വൾണറബിളും, പറ്റില്ലെങ്കിൽ അത് വൾണറബിൾ അല്ല. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ആസ് എൻ അറ്റാക്കർ എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. എന്തുണ്ടാവണോ അത് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള IP അഡ്രസ്സിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റരുത്, പബ്ലിക്കിന് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. ഇതിന് ആദ്യം നമുക്ക് വേണ്ടത് DNS നെയിം സെർവറുകൾ ഏതൊക്കെയാണെന്ന് അറിയണം. ഏതൊക്കെയാണ് ഇവരുടെ DNS സെർവർ എന്ന് അറിയണം. അതറിയാനായിട്ട് ഡിഗ് സ്പേസ് NS എന്നിട്ട് നമ്മളുടെ വെബ്സൈറ്റ് കൊടുക്കുക. ഇവിടെ movilipay.com ദെൻ സ്പേസ് പ്ലസ് ഷോട്ട്. ഓക്കെ, നമുക്കിവിടെ DNSകൾ കിട്ടും. ഇവിടെ നമുക്ക് കാണാതെ DNSകൾ ഇവിടെ തന്നെ നമുക്ക് കാണാം. അത് AWSന്റെ DNS ആണെന്ന് കാണാം. ഇവിടെ മെൻഷനിങ് ഉണ്ട്, AWS DNS എന്നുള്ളത് മെൻഷനിങ് ഉണ്ട്. അപ്പോൾ AWSന്റെ DNS ആയതുകൊണ്ട് അഗെയിൻ ചാൻസ് വളരെ കുറവാണ്. കാര്യം AWS ആണ് ആ DNS ടേക്ക് ചെയ്യുന്നത്, അവരുടെ കസ്റ്റം DNS അല്ല. കസ്റ്റം DNS ആണ് പിന്നെയും എന്തെങ്കിലും ഒരു പോസിബിലിറ്റി നിങ്ങൾക്ക് പറയാം. പക്ഷെ ഒരു AWS GCP അല്ലെങ്കിൽ നമ്മുടെ അഷ്യൂർ ഇതുപോലുള്ള ക്ലൗഡുകളുടെ ഒക്കെ DNS ആണെങ്കിൽ ചാൻസ് വളരെ കുറവാണ്. കാര്യം ഇവരത് ഓൾറെഡി ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് സോൾവ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഡിഗ് AXFR സ്പേസ് നമ്മളുടെ ഡൊമൈൻ നെയിം ഡൊമൈൻ നെയിം സ്പേസ് നമ്മളുടെ നെയിം സെർവർ. ഈ ഒരു നെയിം സെർവറിൻ്റെ പേര് അതേപടി കൊടുക്കുക. എക്സിക്യൂട്ട് ചെയ്യാം. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എറർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇത് വൾണറബിൾ അല്ല എന്നാണ്.
ഇത് വൾണറബിൾ അല്ല എന്നാണ് എൻ്റെ അടുത്ത് എന്തെങ്കിലും എറർ കിട്ടുകയാണെങ്കിൽ. എറർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പ്രശ്നമില്ല. ഞാൻ കൊടുത്തതൊന്നും മാറി നേരെ തിരിച്ചാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നെയിം സെർവർ, ദെൻ ഡൊമൈൻ, മൂവിലി പേര് കൊടുക്കും. അപ്പോൾ ഇവിടെ എന്ത് എറർ കിട്ടുന്നു എന്നുള്ളത് ഇവിടെ നമ്മുടെ പ്രശ്നമല്ല. എറർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഡസ് നോട്ട് മാറ്റർ. പക്ഷേ ഒരു എറർ ആണ് വരുന്നതെങ്കിൽ അത് വൾണറബിൾ അല്ല. ഇനി എറർ അല്ല, നിങ്ങൾക്ക് DNS റെക്കോർഡുകൾ, അതായത് ഇവിടെ നോ സെർവർ കുഡ് ബി റീച്ച്ഡ് എറർ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ടൈം ഔട്ട് എറർ ആണ് വരുന്നത്, വൾണറബിൾ അല്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി വൾണറബിൾ ആണെങ്കിൽ അതെങ്ങനെ ആയിരിക്കും എന്ന് കാണിക്കാനായിട്ട് ഒരു ടെസ്റ്റ് ഡൊമൈൻ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഒരു ടെസ്റ്റ് ഡൊമൈനാണ് നമ്മൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഡിക് ns സോൺ ട്രാൻസ്ഫർ .me. ഇത് നമ്മൾ അഗൈൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതൊരു റിയൽ വേൾഡ് വെബ്സൈറ്റ് അല്ല. ടിക് AXFR നെയിം സെർവർ, നമ്മളുടെ നെയിം സെർവർ സ്പേസ് @സോൺ ട്രാൻസ്ഫർ .me. നമുക്ക് ഡൊമൈൻ നെയിമിലല്ല, നെയിം സെർവറിലാണ് @ വരിക കേട്ടോ. നൗ ഇറ്റ്സ് കറക്റ്റ്. കമാൻഡ് ചെറിയ മിസ്റ്റേക്ക് ആയിരുന്നു. സോ കറക്റ്റ് കമാൻഡ് വരുന്നത് ഡിഗ് AXFR ഡൊമൈൻ നെയിം ദെൻ @ നെയിം സെർവർ ആണ് കേട്ടോ. ഓക്കെ, സോ നൗ ഇറ്റ്സ് വർക്കിംഗ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ DNS റെക്കോർഡുകളോടെ കാണാം. ഇവിടെ കണ്ട SOI റെക്കോർഡ്, അതുപോലെ DNS കീ റെക്കോർഡ്, TXT റെക്കോർഡുകൾ, MX റെക്കോർഡുകൾ, അങ്ങനെ നമ്മളുടെ ആ നെയിം സെർവറിലെ എല്ലാ റെക്കോർഡുകളും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് DNS സെർവറിന്റെ റെക്കോർഡുകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വൾണറബിൾ എന്ന് പറയാം. അതായത് ഈ വെബ്സൈറ്റ് വൾണറബിൾ ആണ്. എന്തിന് വൾണറബിൾ ആണ്? DNS സോൺ ട്രാൻസ്ഫർ വൾണറബിലിറ്റി അതിനകത്തുണ്ട് എന്ന് നമുക്ക് പറയാം. DNS സോൺ ട്രാൻസ്ഫർ വൾണറബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി. ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ നമ്മളുടെ DNS റെക്കോർഡുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതാണ് വൾണറബിൾ ആണെങ്കിൽ ഉണ്ടാവും. നമ്മളുടെ ടാർഗറ്റിൽ നമുക്ക് ഒന്നുകൂടെ ട്രൈ നോക്കാം. കാര്യം നേരത്തെ കൊടുത്ത കമാൻഡ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സോ ഡൊമൈൻ നെയിം സെർവറിൽ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് കണക്ഷൻ റീസെറ്റ് എറർ കാണുക. അപ്പോൾ ഒരു എററാണ് അവിടെ വരുന്നത്. റാദർ ദാൻ നെയിം സെർവർ വരുന്നതിന് പകരം എററാണ് വരുന്നത്. അങ്ങനെ എററാണ് വരുന്നതെങ്കിൽ അത് വൾണറബിൾ അല്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. അതായത് ഇത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ആകെ വേണ്ടത് 2 കമാൻഡുകളാണ്, വേറെ കൂടുതൽ കമാൻഡുകളല്ല. ഒന്ന് ഡിഗ് ദെൻ ഡൊമൈൻ. ഇപ്പോൾ tesla.com ആണ്, tesla.com സ്പേസ് NS പ്ലസ് ഷോട്ട്. നിങ്ങൾക്ക് നെയിം സെർവർ കിട്ടും. നെയിം സെർവർ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഡിഗ് AXFR സ്പേസ് നമ്മളുടെ ടാർഗറ്റ് ഡൊമൈൻ tesla.com @ നമ്മളുടെ നെയിം സെർവർ ഇതാണ്. ഇത് അക്കമായുടെയാണ് നെയിം സെർവർ. AKM എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലായത് അക്കമായുടെ നെയിം സെർവറാണ്. അവരുടെയൊക്കെ സെർവറിൽ ഈ വൾണറബിലിറ്റി ഉണ്ടാവാൻ ചാൻസേ ഇല്ല. ബട്ട് സ്റ്റിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എററാണ് വരുന്നത്. ട്രാൻസ്ഫർ ഫെയിൽഡ് എന്ന് പറഞ്ഞ് എററാണ് വരുന്നത്. സോ ദാറ്റ്സ് വാട്ട്. അവിടെ ഒരു എററാണ് വരുന്നതെങ്കിൽ അത് വൾണറബിൾ അല്ല. നിങ്ങൾക്ക് DNS റെക്കോർഡുകൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വൾണറബിൾ ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ആകെ ഒരു 2 കമാൻഡിന്റെ ആവശ്യത്തിനകത്തുള്ളൂ. പക്ഷെ ഇതൊരു P4 ലെവൽ വൾണറബിലിറ്റി ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന ടാർഗറ്റിനകത്ത് അങ്ങനെ ഒരു P4 ലെവൽ ബഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള റിവാർഡ് എന്ന് പറഞ്ഞാൽ $150 to $200 ആണ്. 2 കമാൻഡിലേയും മതി. ദാറ്റ്സ് ഇറ്റ്, നത്തിങ് മോർ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സോൺ ട്രാൻസ്ഫർ ഇത്ര സിമ്പിൾ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. നിങ്ങളൊരു 1000 വെബ്സൈറ്റ് എടുത്താൽ ചിലപ്പോൾ ഒരെണ്ണത്തിലുണ്ടെങ്കിലേ, അല്ലെങ്കിൽ ഒരു 10,000 ഒരെണ്ണത്തിലുണ്ടെങ്കിലേ വളരെ കുറവാണ് ആ സാധ്യത. പക്ഷെ എന്നാലും ചിലപ്പോൾ കിട്ടിയേക്കാം. ഞാൻ പറയുന്നത് ചിലപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ബഗ് ചിലപ്പോൾ 1 ദിവസം കിട്ടും, ചിലപ്പോൾ 2 ദിവസം കിട്ടും, ചിലപ്പോൾ 1 മാസം കിട്ടുമായിരിക്കും. ഞാൻ പറയുന്ന ഒരു ലക്കിന്റെ ഒരു പാർട്ടും കൂടി ഇതിനകത്ത് എപ്പോഴും ഭാഗമാണ് ഈ നമ്മളുടെ ഈ പറയുന്ന ബഗ് ബോണ്ടി എന്ന് പറയുന്ന ഒരു പ്രോസസ്സർ. അപ്പോൾ ഈ സോൺ ട്രാൻസ്ഫർ വൾണറബിലിറ്റി ഒരു എക്സാമ്പിൾ ആണ്. ഇതേപോലെ പല വൾണറബിലിറ്റികളുണ്ട്. ഇപ്പോൾ ക്രോസ് സ്ക്രിപ്റ്റിംഗ്, അല്ലെങ്കിൽ SQL ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ CSRF, SSRF, അങ്ങനെ നമ്മളിപ്പോൾ വാസ്പ് ടോപ്പ് 10 പറഞ്ഞ ഓരോന്നും ഓരോ വൾണറബിലിറ്റി കാറ്റഗറിയാണ്. നമ്മൾ അതിനകത്ത് പല അറ്റാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ അറ്റാക്കുകളും ഇത് പോസിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അറ്റാക്കിന്റെ പോസിബിലിറ്റി എപ്പോഴും അവിടെ ഉണ്ട്. എനിവേ ഇതാണ് നമ്മളുടെ RVDP. പിന്നെ അതുപോലെ നമ്മളുടെ ഒരു പ്രൈസിങ് അല്ലെങ്കിൽ റിവാർഡ്. ഇവർ $150 തരുന്നുണ്ട്. എല്ലാ കമ്പനിയും $150 തരുമെന്ന് വിചാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ഫുഡിന്റെ പോലെ തന്നെ വേറൊരു പ്രോഗ്രാം നോക്കാം. ഇവിടെ കുറേ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കാണാം. ലെറ്റ്സ് സേ 5. ഒരു ഡൗട്ട് ആയിക്കട്ടെ. ഇപ്പോൾ നമുക്കൊരു ടാർഗറ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വൾണറബിലിറ്റീസ് എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണോ? ഡിപ്പെൻസ്. അതായത് ഓരോ ആൾക്കാരും ഇപ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്യാന്നുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ടൈം എടുക്കണം. ഒരുപാട് വൾണറബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ വാസ്പ് ടോപ്പ് 10 പറഞ്ഞത് ടോപ്പ് 10 വൾണറബിലിറ്റീസ് ആണ്. അത് വൾണറബിലിറ്റി കാറ്റഗറീസ് ആണ്. അതിനകത്ത് തന്നെ ഒരുപാട് സബ് വൾണറബിലിറ്റീസ് ആണ്. അപ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ഇല്ല. കാരണം എൻ്റെ ഒരു വേ ആണ് ഞാൻ പറയുന്നത്. എല്ലാവരും അങ്ങനെയല്ല. എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന 1-2 വൾണറബിലിറ്റിയിലായിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ബഗ് ബോണ്ട് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഫോക്കസ് ചെയ്യുന്ന വളരെ കുറച്ച് വൾണറബിൾ. സബ് ഡൊമൈൻ ടേക്ക് ഓവർ, അതേപോലെ നോ റേറ്റ് ലിമിറ്റിംഗ്, പിന്നെ സോൺ ട്രാൻസ്ഫർ, ക്ലിക്ക് ജാക്കിങ്, ഇങ്ങനെയുള്ള ചില സ്പെസിഫിക് അറ്റാക്കുകൾ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഐഡോർ ഞാൻ ഒരുപാട് ഫോക്കസ് ചെയ്യുമായിരുന്നു. ക്രോസ് സ്ക്രിപ്റ്റിംഗ് ഇടയ്ക്കുള്ള നോക്കാറ്. പക്ഷേ ഇങ്ങനെ ഒരു സ്പെസിഫിക്കലി 1-2-3 വൾണറബിലിറ്റികൾ എടുത്ത് അത് മാത്രമാണ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി അതായിരുന്നു എനിക്ക് എളുപ്പം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൾണറബിലിറ്റിയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അത് വെച്ചിട്ട് കൂടുതൽ ടെസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാതെ പോയ ഏതെങ്കിലും വൾണറബിലിറ്റിയുള്ള വെബ്സൈറ്റിൽ ഉണ്ടാവുമായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഓരോ ആൾക്കാരുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് 1-2 ടാർഗറ്റുകൾ അല്ലെങ്കിൽ 1-2 വൾണറബിലിറ്റി സെലക്ട് ചെയ്ത് കുറേ ടാർഗറ്റുകളിൽ ടെസ്റ്റ് ചെയ്യാം. ചില ആൾക്കാർ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഒരു ടാർഗറ്റിനെടുത്ത് അതിനകത്ത് എല്ലാ വൾണറബിലിറ്റികളും ടെസ്റ്റ് ചെയ്യും. അതായത് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു.
ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ടാർഗറ്റുകൾ കുറച്ച് വൾണറബിലിറ്റികൾ ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ സബ് ഡൊമൈൻ ടെക്കോർ എന്ന് പറഞ്ഞൊരു വൾണറബിലിറ്റി ആണെങ്കിൽ ആ വൾണറബിലിറ്റി എടുത്ത് ഒരു 100 വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി. പക്ഷെ അത് മറ്റുള്ള ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു വെബ്സൈറ്റ് എടുത്ത് അതിനകത്ത് ഈ പറയുന്ന ക്രോസസ് സബ് ഡൊമൈൻ ടെക്കോറും ഐഡോറും ആർസിയും അങ്ങനെ സകലത് അതിനകത്ത് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാം. എഗെയിൻ ഇറ്റ്സ് അപ് ടു യുവർ പ്രിഫറൻസ്. അത് എൻ്റെ പേഴ്സണൽ രീതി ഇങ്ങനെയാണ് എന്നുകൊണ്ട് അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. അത് ഓരോ ആൾക്കാരുടെയും ഇൻട്രസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു രീതിക്കനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതിലേതാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ഫോളോ ദാറ്റ്. അങ്ങനെ ഒരു സ്പെസിഫിക് സെറ്റ് ഫോളോ ചെയ്യണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. ചപ്റ്റി ഇവിടെ ഇത് വേറൊരു ടാർഗറ്റാണ്. ലാസ്റ്റ് പാസ് ഉണ്ട്. ലാസ്റ്റ് പാസ് നമ്മുടെ വലിയൊരു വെൽ നോൺ ആയിട്ടുള്ള ഒരു പാസ്വേഡ് മാനേജറാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം P4 ലെവൽ എന്ന് പറഞ്ഞാൽ $0 to $150 ആണ്. അപ്പോൾ P4 ലെവലിൽ തന്നെ ഇമ്പാക്ട് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുള്ളൂ, ഒരു മണിറ്ററി റിവാർഡ് ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ $0 റിവാർഡ്. ദിസ് ഇസ് വാട്ട് ഐ ആം സേയിങ്. ഓരോ ടാർഗറ്റും ഓരോ രീതിയിലാണ്. എപ്പോഴും ഒരു ടാർഗറ്റ് പോലെ ആയിരിക്കില്ല മറ്റൊരു ടാർഗറ്റ്. ഇതിലും ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഔട്ട് ഓഫ് സ്കോപ്പ്, ഇവിടെ ഔട്ട് ഓഫ് സ്കോപ്പ് ടാർഗറ്റുകളുണ്ട്. അതായത് ഈ ഔട്ട് ഓഫ് സ്കോപ്പ് ടാർഗറ്റുകൾ എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഈ ടാർഗറ്റുകൾ ഒരു കാരണവശാലും ടെസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. ഒരു ടെസ്റ്റും ചെയ്യരുത്. അതിനകത്ത് സിവിയറിറ്റി എന്നുള്ളത് അവിടെ പ്രശ്നമല്ല. ഒരു ടെസ്റ്റും ചെയ്യാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഔട്ട് ഓഫ് സ്കോപ്പ് വൾണറബിലിറ്റി പോലല്ല ഔട്ട് ഓഫ് സ്കോപ്പ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ ടാർഗറ്റ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടാർഗറ്റ് ആയിരിക്കാം. ചിലപ്പോൾ ആ ബിസിനസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കാം. അപ്പോൾ അതിൽ പോയിട്ട് നമ്മൾ ഒരു ടെസ്റ്റും ചെയ്യരുത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഔട്ട് ഓഫ് സ്കോപ്പ് ടാർഗറ്റുകളിൽ ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഔട്ട് ഓഫ് സ്കോപ്പ് വൾണറബിലിറ്റി ടെസ്റ്റ് നോക്കിയാലും പ്രശ്നമില്ല, നിങ്ങൾക്കൊന്നും കിട്ടില്ല. പക്ഷേ ഔട്ട് ഓഫ് സ്കോപ്പ് ടാർഗറ്റുകൾ ഒരിക്കലും ടെസ്റ്റ് ചെയ്യാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറെ എന്തെങ്കിലും സ്പെസിഫിക് കാര്യങ്ങളുണ്ടെങ്കിൽ അവർ RVDP പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ RVDP വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ വെറുതെ പോകും. RVDP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓരോ ഓർഗനൈസേഷൻസും ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബക്രൗഡ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ ഹാക്കർ വണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഹാക്കർ വൺ കമ്പനി, ഇവിടെ നമുക്ക് റിസോഴ്സസ് എൻഗേജ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ് ഇവിടെ ഉണ്ടാവുക. ഓപ്പർച്യൂണിറ്റീസ്, ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് ബേസിക്കലി നിങ്ങൾക്ക് ഇതുപോലെ ലൈക്ക് ഈ പ്രോഗ്രാംസ് ഇവിടെ കാണും. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ നമുക്ക് കാണാനായിട്ട്. ഇതൊക്കെ പല കമ്പനികൾ ഹോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ്. അവർക്ക് ഈ പറഞ്ഞ ബഗ് ബൗണ്ടിക്ക് വേണ്ടിയിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഹാക്കർ വണ്ണും ഇതുപോലെ കുറേ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ ഇൻറ്റഗ്രിറ്റിയിലേക്ക് പോലെ സെയിം നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടും. പക്ഷേ ഇത് ലോഗിൻ ചെയ്താലാണ് കാണാൻ പറ്റും. അക്കൗണ്ട് ഉണ്ടാക്കി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സെയിം പ്രോഗ്രാംസ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ എഗെയിൻ എല്ലാത്തിലും അതിൻ്റെതായ കുറേ ടാർഗറ്റുകളുണ്ട്. പക്ഷേ എപ്പോഴും ആലോചിക്കുക, ഹൈലി കോമ്പറ്റീഷനുള്ള ഒരു ഡൊമൈനാണ്. ഇപ്പോൾ ഹാക്കറോഡ്, ബക്രൗഡ്, ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ലക്ഷക്കണക്കിന് റിസർച്ചേഴ്സ് അതിനകത്തുണ്ട്. അവരെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ടാർഗറ്റുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഒരു ഗുണമുണ്ട് കേട്ടോ, നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ബഗ്ഗൊക്കെ കിട്ടാൻ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ലെറ്റ് ഇറ്റ് ബി ഡ്യൂപ്ലിക്കേറ്റ് ഓർ നോട്ട്, നിങ്ങൾക്ക് ബഗ്ഗുകളൊക്കെ കിട്ടുമ്പോൾ ഇതിനകത്ത് ഈ ഹാക്കറിനായാലും ബക്രൗഡിലായാലും ഇൻറ്റഗ്രിറ്റിയിലൊക്കെ ഒരു റാങ്കിങ് സിസ്റ്റം ഉണ്ട്, റെസ്പെക്ട്സും റാങ്കിങ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റാങ്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ വരും. അത് വലിയൊരു കാര്യമാണ്. അതായത് ഇനിഷ്യലി നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പബ്ലിക് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് 2-3 ബഗ്ഗുകളൊക്കെ കിട്ടിയുമ്പോൾ പല കമ്പനികളുടെ പ്രൈവറ്റ് പ്രോഗ്രാം നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ ഇൻവിറ്റേഷൻ വരുമ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ നല്ല ടാർഗറ്റുകളൊക്കെ കിട്ടും. അതായത് പ്രൈവറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ ലിമിറ്റഡ് ആണ്. ഒരു 100-200 പേരൊക്കെ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. നിങ്ങൾ കുറേ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ചുകൂടെ പോയിന്റുകൾ കിട്ടി, നിങ്ങൾ കുറേ ലീഡർ ബോർഡിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് ഇൻവിറ്റേഷൻ ഒരുപാട് വരും. ഇറ്റ്സ് വെരി യൂസ്ഫുൾ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറ്റിയ കുറച്ച് ടാർഗറ്റുകളാണ് ഈ ബഗ് ബേസിനകത്തുള്ളത്. ബഗ് ബേസ് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ബഗ് ബേസ് പേയ്മെന്റ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. പിന്നെ INR-ലാണ് പേയ്മെന്റ്, USD-യിലല്ല. USD-യിൽ പേയ്മെന്റ് ഉള്ള അത്യാവശ്യം നല്ല പേയ്മെന്റ് നിങ്ങൾക്ക്. പക്ഷേ INR-ലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് പേയ്മെന്റ് നിങ്ങൾ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. ബഗ് ബേസിൽ നിന്ന് വലിയ പേയ്മെന്റ് ഒന്നും കിട്ടില്ല, പക്ഷേ നല്ലതാണ്. കാര്യം അതുകൊണ്ട് തന്നെ ഈ പേയ്മെന്റ് കുറയുന്നതുകൊണ്ട് തന്നെ ടാർഗറ്റ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കുറവായിരിക്കും. അപ്പോൾ അത് അങ്ങനത്തെ ഗുണം കൂടെ ഇതിനകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്വിഗ്ഗി ഇവിടെ ഉണ്ട്. ഇപ്പോൾ സ്വിഗ്ഗി അപ്കമിങ് ആണ്. ഇതെല്ലാം അപ്കമിങ് പ്രോഗ്രാംസ് ആണ്. അപ്കമിങ് നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഫിൽറ്റർ ഉണ്ടോ നോക്കാം. ആക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസിന് വേണ്ടി മാത്രം. അത് സെൽഫ് മാനേജ്ഡ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രൈസിങ്ങിനെ പറ്റിയൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സ്കോപ്പ് മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് പ്രൈസിങ് മെൻഷൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം, ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. പക്ഷേ എനിവേ ഇതിനകത്ത് കമ്പാരിറ്റീവ്ലി ഞാൻ കണ്ടെടുത്തോളം ഞാൻ പറയുന്നത് ഒരുപാടില്ല എന്നല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി ബഗ് ബേസിൽ നിങ്ങൾക്ക് ഇത് കുറവാണ്, കോമ്പറ്റീഷൻ കുറവാണ്. കാര്യം റിവാർഡ് കുറവാണ്. ദാറ്റ്സ് വൈ. കാര്യം റിവാർഡിന് വേണ്ടിയിട്ട് ഒരിക്കലും ചെയ്യാതിരിക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ റിവാർഡ് കുറവായതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കുറവാണ്. കോമ്പറ്റീഷൻ കുറവാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ദാറ്റ്സ് എ ഹോൾ കോൺസെപ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ട്രൈ നോക്കുക എന്നുള്ളതാണ് ഒരു വഴി. അതായത് നിങ്ങൾക്ക് ബഗ് ബൗണ്ട് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ട്രൈ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബക്രൗഡ്, ഹാക്കർ വൺ, ഇൻറ്റഗ്രിറ്റി, ബഗ് ബേസ് ഇതൊന്നും അല്ലാണ്ട് രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടി എന്നുള്ളതാണ്. അതായത് ഡയറക്റ്റ്ലി ഈ വെബ്സൈറ്റുകൾ തന്നെ VDP ഹോസ്റ്റ് ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിന് കുറേ ഗൂഗിൾ ഡോർക്കുകളുണ്ട്.
ഗൂഗിൾ ഡോർക്ക് ഫോർ ബഗ് ബോണ്ടി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഡോർക്കുകൾ കിട്ടും. ഇതാണ് ഈ ഡോർക്ക് ഓപ്പൺ ചെയ്യുക. ഇത് നമ്മുടെ docs.txt എന്ന് പറഞ്ഞ ഫയലുണ്ട്. ഈ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് കുറേ പ്രോഗ്രാംസ് ആണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇതെടുക്കും. സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ വൾണറബിലിറ്റി ഡിസ്ക്ലോഷർ ഉള്ള വെബ്സൈറ്റുകളെല്ലാം കാണും. ഇതിലെല്ലാ വെബ്സൈറ്റും ഒന്നും ഹാക്കറോണിലും ബക്രോഡിലും ലിസ്റ്റ് ചെയ്യണമെന്നില്ല. ചിലർ അവരുടെ സ്വന്തം വെബ്സൈറ്റ് ഇട്ട് വെക്കത്തുള്ളൂ. അവരെവിടെ പോയി ലിസ്റ്റ് ചെയ്യില്ല. കാരണം അതിലൊക്കെ പേയ്മെൻറ്റ് കൊടുക്കണം. കമ്പനികൾക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. നമുക്ക് ഫ്രീ ആണെങ്കിലും കമ്പനികൾക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അവരവിടെ ലിസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളിടത്തുണ്ടാവും. ഇതിലൊരു ആദ്യത്തെ പേജിലൊക്കെ അഗെയിൻ കോമ്പറ്റീഷൻ കൂടുതലുള്ള വെബ്സൈറ്റുകളായിരിക്കും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു 4-ാമത്തെ 5-ാമത്തെ ഒക്കെ പേജിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ആൾക്കാരെ ടെസ്റ്റ് ചെയ്യാത്ത വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അധികം എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു 3000-4000 പേര് അതിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെപ്പോഴും ആലോചിക്കണം. 1-2 അല്ല, 3000-4000 ആണ് ഞാൻ പറയുന്ന കണക്കെന്ന് പറയുന്നത്. ഇതിലൊക്കെ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവ് കോമ്പറ്റീഷനുള്ള ഒരു വെബ്സൈറ്റുകളാവാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അതൊക്കെ കൂടുതൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വൾണറബിലിറ്റികൾ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള റെസ്പോൺസിബിൾ വൾണറബിലിറ്റി ഡിസ്ക്ലോഷറുള്ള ഏതൊരു വെബ്സൈറ്റ് ഇതും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ ഹാക്കറോണിലും ബക്രോണിലും കണ്ട സെയിം സാധനം തന്നെ ഇവിടെയും ഒരു പോളിസി ഉണ്ട്. പോളിസി ഫോളോ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ചിലപ്പോൾ പ്രൈസിങ് കൂടെ പറയും, ചിലപ്പോൾ പ്രൈസിങ് കൂടെ പറയില്ല. ഡിപ്പെൻസ്. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള ഡോർക്കുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡോർക്കുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡോർക്കുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഗ്രാമുകൾ കണ്ടുപിടിക്കാം. ഇങ്ങനെ കുറേ ഇത് ഏകദേശം ഒരു 129 ഡോർക്കുകളോളം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് പ്രോഗ്രാമുകൾ കണ്ടുപിടിക്കാം. അത് വെച്ചിട്ട് കണ്ടുപിടിക്കുക എന്നുള്ള മറ്റൊരു വഴിയാണ്. ഇനി അത് അല്ലാണ്ട് മറ്റൊരു വഴിയാണ് നമ്മളുടെ പ്രൊജക്ട് ഡിസ്കവറിയുടെ കെയോസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. കെയോസ് ബൈ പ്രൊജക്ട് ഡിസ്കവറി. ഇത് പ്രൊജക്ട് ഡിസ്കവറി വളരെ യൂസ്ഫുൾ ആണ്. ഒരുപാട് ടൂളുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ ഈ കെയോസ് എന്ന് പറയുന്ന പ്രൊജക്റ്റിനകത്ത് നമുക്ക് സബ് ഡൊമൈനുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സബ് ഡൊമൈൻ മാത്രമല്ല, സബ് ഡൊമൈൻ എന്യൂമറേഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ ബഗ് ബോണ്ടി ഉള്ള കമ്പനികളാണ്. ഇതെല്ലാം ബഗ് ബോണ്ടി ഉള്ള കമ്പനികളാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം വെച്ചിട്ട് സോർട്ട് ചെയ്യാം. അതിപ്പോൾ ഇതൊക്കെ പ്ലാറ്റ്ഫോം ഇല്ലാത്തതാണ്. പിന്നെ അതുപോലെ റിവാർഡ് വെച്ചിട്ട് സോർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണും റിവാർഡ് ഓഫേഴ്സ്, റിവാർഡിൽ ടിക്കുള്ളതെല്ലാം റിവാർഡ് തരുന്ന കമ്പനികളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വെച്ച് സോർട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്നത് റിവാർഡ് ഇല്ലാത്ത കമ്പനികളെ സെലക്ട് ചെയ്യുക. റിവാർഡ് ഇല്ലാത്ത കമ്പനികളിലും കോമ്പറ്റീഷൻ വളരെ കുറവാണ്. കാര്യം ആൾക്കാർ ഒരുപാട് പേര് റിവാർഡ് ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യാറില്ല. റിവാർഡ് ഉള്ളതിനാണ് കൂടുതൽ ആൾക്കാരും ടൈം കളയും. റിവാർഡ് ഇല്ലാത്താകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോമ്പറ്റീഷൻ കുറയുക എന്നുള്ളതാണ് നമ്മളുടെ ഹോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ കുറയും തോറും നിങ്ങൾക്ക് ബെറ്റർ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബഗ്. നിങ്ങൾക്ക് ആദ്യം ബഗ്ഗുകൾ കിട്ടി തുടങ്ങണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് പൈസ കിട്ടി തുടങ്ങുക എന്നുള്ളതല്ല, ബഗ്ഗുകൾ കിട്ടി തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും കോമ്പറ്റീഷൻ കുറവുള്ളത് എപ്പോഴും നോക്കുക. ബഗ്ഗുകൾ കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആവും. പിന്നെ നിങ്ങൾ തന്നെ കുറേ കാര്യങ്ങൾ പുതിയത് പഠിച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ട് പ്ലാറ്റ്ഫോമുകളും മറ്റുമൊക്കെ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഗ് കിട്ടാനും പേയ്മെൻറ്റ്സ് കിട്ടാനും ഒക്കെ ചാൻസ് കുറച്ചുകൂടെ കൂടും. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ 3 സോഴ്സുകൾ. ഒന്ന് നമ്മളുടെ പ്ലാറ്റ്ഫോമുകൾ ബക്ക്രൗഡ്, ഹാക്കർവൺ, ഇൻറ്റഗ്രിറ്റി. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മളുടെ ഡോർക്കുകളാണ്, ബഗ് ബോണ്ടി ഡോർക്കുകളാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മളുടെ കെയോസിൻ്റെ പ്രൊജക്ട് ഡിസ്കവറി വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള സോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടാർഗറ്റുകളെ കണ്ടുപിടിക്കുക. അപ്പോൾ ടാർഗറ്റുകളെ കിട്ടിക്കഴിഞ്ഞാൽ RVDP വായിക്കുക, എന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇനി അടുത്തൊരു കാര്യം, ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ബക്ക്രൗഡിൻ്റെ യൂണിവേഴ്സിറ്റി, ഹാക്കർവണിൻ്റെ ലേൺ, ഇൻറ്റഗ്രിറ്റിയുടെ ബ്ലോഗ്സ് ഇതൊക്കെ ഉണ്ട്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോൺസെപ്റ്റാണ് ദ ബഗ് ഹണ്ടർ മെത്തഡോളജി എന്ന് പറയും. TBHM അല്ലെങ്കിൽ ദ ബഗ് ഹണ്ടർ മെത്തഡോളജി. വൺ ഓഫ് ദ വെരി വെൽ നോൺ സെക്യൂരിറ്റി റിസർച്ചർ ആണ് ജേസൺ ഹാഡിക്സ് അല്ലെങ്കിൽ ജെ ഹാഡിക്സ്. ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഈ TBHM അല്ലെങ്കിൽ ദ ബഗ് ഹണ്ടിങ് മെത്തഡോളജി എന്ന് പറയുന്നത്. ഇത് പബ്ലിഷ് ചെയ്തൊരു സാധനം. ഇതിൽ ബഗ് ഹണ്ടിങ് മെത്തഡോളജിയിൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഗിറ്റബ് ആണ്. ഇതാണ് നമ്മുടെ PDF. അപ്പോൾ ഈ ഗിറ്റബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫിലോസഫി, ഡിസ്കവറി, മാപ്പിംഗ്, ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓരോന്നിൻ്റെ ഓരോ ഡോക്യുമെന്റേഷൻ കാണാം. അതെന്താണെന്നുള്ളത് ഈ ഒരു ഡോക്യുമെന്റ് PDF കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പക്ഷേ കുറച്ച് പഴയതാണ്. ഏകദേശം ഒരു 2-2.5 വർഷം 3 വർഷം പഴയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. അതായത് ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ടെസ്റ്റിങ്ങുകൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്തെന്നുള്ളതാണ് ഇതിനകത്ത് പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഫസ്റ്റ് ഫൈൻഡിങ് ഡൊമെയിൻസ്, സ്കോപ്പ് ഡൊമെയിൻസ്, അല്ലെങ്കിൽ അപ്പോൾ നമ്മളുടെ ഈ മെത്തഡോളജിയിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത് എന്ത് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഡൊമെയിൻ സ്കോപ്പിംഗ് എങ്ങനെ ചെയ്യണം, ഹാക്കർവണിൽ കൂടെ ചെയ്യാം. പിന്നെ അതുപോലെ അക്യൂസിഷൻസിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗൂഗിളാണ് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചോ. ഗൂഗിളിനൊരു പോളിസി ഉണ്ട്. ഗൂഗിൾ എപ്പോഴും കമ്പനികളെ അക്വയർ ചെയ്യും. ഗൂഗിൾ ഒരുപാട് കമ്പനികൾ അക്വയർ ഉണ്ട്. ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾ, പുതിയ ഇന്നോവേഷനുള്ള സ്റ്റാർട്ടപ്പുകൾ, അങ്ങനെ ഒരുപാട് കമ്പനികളെ ഗൂഗിൾ അക്വയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ABC എന്ന് പറഞ്ഞൊരു കമ്പനി ഗൂഗിൾ അക്വയർ ചെയ്തെന്ന് വെച്ചു. അപ്പോൾ ഈ കമ്പനി അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തേക്ക് നമുക്കൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് എന്തെങ്കിലും വൾണറബിലിറ്റി കണ്ടുപിടിച്ചാൽ ഗൂഗിളിൽ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ശരിക്കും അതിൻ്റെ RVDP എന്ന് പറയുന്നത് ഗൂഗിളുടെ RVDP ആണ്. ഗൂഗിൾ അക്വയർ ചെയ്ത എല്ലാ കമ്പനികൾക്കും.
അപ്പോൾ ഇങ്ങനെ ഒരു പോളിസി ഗൂഗിളിനുണ്ട്. ഇതേപോലെ മെറ്റ അല്ലെങ്കിൽ നമ്മളുടെ ടെസ്ല ഈ കമ്പനികളെല്ലാം ഒരുപാട് ചെറിയ ചെറിയ കമ്പനികൾ അക്വയർ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ അക്വിസിഷൻസിലും എന്ത് ചെയ്യാം, ആ കമ്പനികളുടെ വെബ്സൈറ്റിലും വൾണറബിലിറ്റി ഉണ്ടാവും. ഗൂഗിളിന്റെ വെബ്സൈറ്റിൽ തന്നെ വൾണറബിലിറ്റി ഉണ്ടാവണമെന്നില്ല. ഗൂഗിൾ അക്വയർ ചെയ്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മറ്റേ നമ്മുടെ വേരിയസ് മൈ ട്രെയിനോ ആ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിൾ അക്വയർ ചെയ്താണ്. അപ്പോൾ വേരിയസ് മൈ ട്രെയിനിൽ വൾണറബിലിറ്റി ഉണ്ടെങ്കിൽ അത് എവിടെയും അപ്ലിക്കബിൾ ആണ്. ഗൂഗിളിന്റെ RVDP അപ്ലിക്കബിൾ. അപ്പോൾ നിങ്ങൾക്ക് വേരിയസ് മൈ ട്രെയിനിൽ ഒരു വൾണറബിലിറ്റി കണ്ടുപിടിച്ചാൽ ഗൂഗിളിൽ റിപ്പോർട്ട് ചെയ്യും. അതായത് എപ്പോഴും ഗൂഗിളിന്റെ ഡൊമൈൻ തന്നെ ആണോന്നില്ല, അവരുടെ അക്വിസിഷൻസിലെ വൾണറബിലിറ്റി നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ അക്വിസിഷൻസ് ഏതൊക്കെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റാണ് ക്രഞ്ച് ബേസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. അവിടെ പോയി ചെക്ക് ചെയ്താൽ അക്വിസിഷൻസ് കാണാം, ക്രഞ്ച് ബേസ് സ്റ്റേഷനിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ ASN എന്യൂമറേഷൻ എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ദ പ്രോസസ് ഈസ് ഓരോ ആക്ടിവിറ്റി, അതായത് ഒരെണ്ണം ആദ്യം എന്ത് ചെയ്യണം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, അത് എവിടെ നിന്ന് ചെയ്യണം, ഏതൊക്കെ ടൂളുകൾ ഇതിന് ഉപയോഗിക്കണം, അതെങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ദ ബഗ് ഹണ്ടർ മെത്തഡോളജി അല്ലെങ്കിൽ TBH എന്ന് പറയുന്നത്. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. നിങ്ങൾക്ക് ബഗ് ബൗണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ 2 വർഷം മുമ്പത്തെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കമാൻഡുകളും എക്സാക്ട്ലി അതുപോലെ തന്നെ ആയിരിക്കില്ല. അപ്പോൾ കമാൻഡുകൾ വർക്ക് ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യുക. പക്ഷേ മെത്തഡോളജി റിമൈൻസ് ദ സെയിം. മെത്തഡോളജിയിൽ മാറ്റമൊന്നുമില്ല, സെയിം പ്രോസസ്സ് തന്നെ. ടൂളുകളോ കമാൻഡുകളോ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലെന്നുള്ളൂ. പക്ഷേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ എ ലോട്ട് ഓഫ് അതർ പർപ്പസസ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. ട്രൈ ദിസ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് ഭയങ്കര ഉപകാരമായിട്ടുള്ള നിങ്ങളുടെ ബഗ് ഹണ്ടിങ് പ്രോസസ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അപ്പോൾ ഈ ഒരു TBHM ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാം. ഇനി അത് കഴിഞ്ഞാലുള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് തിങ് യൂട്യൂബ് ചാനൽസ് ആണ്. ചില സ്പെസിഫിക് യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഒന്നെന്ന് പറയുന്നത് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, സ്റ്റോക്ക് ബഗ് ബോണ്ടി യൂട്യൂബ് ചാനൽ. ഈ ചാനൽ സ്റ്റോക്കിന്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ബഗ് ബോണ്ടിക്ക് പെർഫെക്റ്റ് പ്ലേസ് ആണ്. സ്റ്റോക്കിന്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ദിസ് സ്റ്റോക്കിന്റെ യൂട്യൂബ് ചാനൽ വളരെ പെർഫെക്റ്റ് ആണ്. ലൈക്ക് ഇതിനകത്ത് ബൗണ്ടി തേഴ്സ്ഡേസ് എന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ട്. ബൗണ്ടി തേഴ്സ്ഡേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടി ട്യൂസ്ഡേ ഓർ തേഴ്സ്ഡേ ഐ ബിലീവ്. എനിവേ ആ ഒരു പർട്ടിക്കുലർ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ലൈവ് ബഗ് ബോണ്ടിയാണ്. അത് ലൈവായിട്ട് ഏരിയയിൽ ബഗ് ബോണ്ടി ചെയ്യുന്നതിന്റെ വീഡിയോ ലൈവായിട്ട് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രോഗ്രാമുകൾ, ഇവന്റുകൾ, പിന്നെ പഠിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസ്, സ്റ്റോക്കിന്റെ ഒരുപാട് വീഡിയോസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സ്റ്റോക്കിന്റെ എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി യൂസ്ഫുൾ. സ്റ്റോക്ക് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, വളരെ യൂസ്ഫുൾ ആണ് ബഗ് ബോണ്ടിയുടെ കേസിൽ. പിന്നെ അതുപോലെ തന്നെ നഹംസക്കിന്റെ ഒരു ചാനൽ. നഹംസക്ക് വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബഗ് ബോണ്ടി ഹണ്ടറാണ്. ബിക്കോസ് ഒരുപാട് ടൂളുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഈ നഹംസക്ക് ക്രിയേറ്റ് ചെയ്ത 2-3 ടൂളുകൾ നമ്മൾ ബഗ് ബോണ്ടിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ടൂളുകളാണ്. ഇദ്ദേഹത്തിന്റെയും ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഹൗ ടു സ്റ്റാർട്ട്, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഹംസക്കിന്റെ അവൈലബിൾ ആണ്. വളരെ യൂസ്ഫുൾ ആണ് ബഗ് ബോണ്ടിക്കകത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നാമത്തെ ഒരു ചാനൽ എന്ന് പറയുന്ന ഇൻസൈഡർ PhD എന്ന് പറയുന്ന ഒരു ചാനലാണ്. ഇത് ബഗ് ക്രൗഡിന്റെ യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴും ഇൻസൈഡർ PhD വീഡിയോസ് ഉണ്ടാവാറുണ്ട്. ഇൻസൈഡർ PhD വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ്. ഈ വീഡിയോസ് ഒക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് പഠിക്കാൻ ആയിട്ട്, അല്ലെങ്കിൽ ഈ ബഗ് ബോണ്ടി പഠിക്കാനായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ചാനലുകളാണ് ഈ സ്റ്റോക്ക്, ഹംസക്ക്, ഇൻസൈഡർ PhD. ഇത് മാത്രമല്ല ഒരുപാട് വേറെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ജനറലി പെട്ടെന്നുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ നോർമലി ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് അതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തോളൂ. കാര്യം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇതൊരിക്കലും ഒരു ടെക്സ്റ്റ് ബുക്ക് ലേണിംഗ് അല്ല. അതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്ക് ലേണിംഗ് അല്ല. ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യം പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ റിസോഴ്സുകളും കൂടെ പറഞ്ഞിരുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ചലഞ്ചിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഡിസ്കസ് ചെയ്തു. ഈ ഡിസ്കസ് ചെയ്ത വീഡിയോസിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ബഗ് ബോണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ് ആണ്. സോ എപ്പോഴും മേക്ക് ഷുവർ ഈ റിസോഴ്സുകൾ, ഈ ചാനലുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ടെന്ന് റെഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പാക്കുക. വീഡിയോസ് കാണുക, ആർട്ടിക്കിൾസ് വായിക്കുക. അതുപോലെ ആർട്ടിക്കിൾസിന് പറ്റിയൊരു സ്ഥലമാണ് പെൻടെസ്റ്റ് മങ്കി ബഗ് ബോണ്ടി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെൻടെസ്റ്റർ ലാൻഡ് ഇതായിരുന്നു വെച്ചായിട്ട് മാറിപ്പോയി. പെൻടെസ്റ്റ് മങ്കി വേറെയായിരുന്നു. ഓക്കെ. സോ പെൻടെസ്റ്റർ ലാൻഡിൽ റൈറ്റപ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന റൈറ്റപ്പുകൾ ഉണ്ടല്ലോ, ഇത് ഓരോ വൾണറബിലിറ്റിയെയും സ്പെസിഫിക്കലി നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുത്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു വൾണറബിലിറ്റി എടുക്കാം. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഇനി കിട്ടിയ റിവാർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. റിവാർഡ്, ഓതർ ഡീറ്റെയിൽസ്, ഡേറ്റ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റിൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 ഒരെണ്ണമാണ്. നമുക്കിത് ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ വൾണറബിലിറ്റീസ് ഇൻ ഓപ്പൺ സോഴ്സ് C2 ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു റൈറ്റപ്പാണ്. ഇതേപോലെ പല വൾണറബിലിറ്റികൾ പല ആൾക്കാരെ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത വൾണറബിലിറ്റികളുടെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇപ്പോൾ ബൗണ്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൗണ്ടി വെച്ചിട്ട് ഞാൻ ഫിൽറ്റർ ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ അതായത് ജേർണി ടു ദ ഡോൺ 91,000 ആണ്, $91,000 ആണ് ഇനി കിട്ടിയ റിവാർഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ വെരി ബിഗ് വൾണറബിലിറ്റി. അപ്പോൾ ആ വൾണറബിലിറ്റി അവരെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എഴുത്താണ് എന്ന് പറയുന്നത്. അത് വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള വൾണറബിലിറ്റി ആയിരിക്കണം. ബഫർ ഓവർഫ്ലോ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്, പക്ഷേ വളരെ ടെക്നിക്കൽ ആയിരിക്കണം. സോ അത്രയും വലിയ ബൗണ്ടി കിട്ടുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ദ ഹോൾ തിങ് ഈസ്
നിങ്ങൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഓരോ ആൾക്കാരെ ടെസ്റ്റ് ചെയ്ത് റിവാർഡ് കിട്ടിയ റിപ്പോർട്ടുകൾ എടുത്ത് വെച്ച് വായിച്ചാൽ അവരെങ്ങനെയാണ് ചെയ്തതെന്നുള്ള അവരുടെ മെത്തഡോളജി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ്സ് ഹോൾ കോൺസെപ്റ്റ്. അപ്പോൾ ഇത്രയും റിസോഴ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതൊന്നും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക, കണ്ടിന്യൂസ്ലി പഠിക്കുക. നിങ്ങൾ എത്രത്തോളം കൂടുതൽ പഠിക്കുന്നു അത്രത്തോളം നല്ലതാണ്. കണ്ടിന്യൂസ്ലി പഠിക്കുക, പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ആ സാധനം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കുള്ള ടാർഗറ്റുകൾ ബക്ക്ഗ്രൗണ്ടിലും ഹാക്കർവണിലും ഇൻറ്റഗ്രിറ്റിയിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഓപ്പൺ സോഴ്സ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യം അതിനകത്ത് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരുപാട് വീഡിയോസ് കാണുക, പിന്നെ ഒരുപാട് ട്വിറ്റർ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലുകളുണ്ട്, അതൊക്കെ ഫോളോ ചെയ്യുക. ഒരു കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. എപ്പോഴും ആലോചിക്കുക, ഇതൊരു 6, 7, 8, 9, 10 മാസമൊക്കെ സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇതൊരു എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രോസസ്സ് അതിനകത്ത് ആവശ്യമാണ്. അതിൻ്റെതൊരു ടൈമും പേഷ്യൻസും ഇതിനകത്ത് വളരെ ആവശ്യമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതെല്ലാം നോക്കി പഠിച്ച് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതാണ് ഒരു ബഗ് ബൗണ്ടി അല്ലെങ്കിൽ ബഗ് ഹണ്ടിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഹോപ്പ് യു ഗോട്ട് എ ക്ലാരിറ്റി. സോ ഇനി ഇത് ചെയ്ത് നോക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. പിന്നെ ചെയ്ത് നോക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ബാക്കി ഫോളോ അപ്പ് ചെയ്യാം. പക്ഷേ ചെയ്ത് നോക്കുക. ഇത് പ്രാക്ടിക്കലി ചെയ്തേ പഠിക്കുകയുള്ളൂ. ഞാൻ ഈ പറയുന്നത് കേട്ടത് കൊണ്ടോ വീഡിയോസ് കണ്ടുകൊണ്ടോ മാത്രം പഠിക്കില്ല, ചെയ്തേ പഠിക്കുള്ളൂ. സോ മാക്സിമം ഇത് ചെയ്യാം. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബഗ് ബൗണ്ടി എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഒരു പേയ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു റിവാർഡിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ചെയ്യരുത്. ഇത് നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ കുറേ നോളജ് കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഇവിടെ ആ ഒരു കൺസിസ്റ്റൻസിക്കും അതേപോലെ തന്നെ നിങ്ങൾ ഇടുന്ന എഫേർട്ടിനുമാണ് ആ ഒരു പേയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു റിവാർഡ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.